ഹരിയും പുരുഷ സൂക്തത്തിൻ്റെ അർത്ഥം പറയണമെന്നൊരു കമൻറ്റ് കണ്ടു. പുരുഷ സൂക്തം വളരെ ആഴമുള്ള ഒരു സൂക്തമാണ്. അതിലെ ഓരോ മന്ത്രങ്ങളും അതീവ ഗഹനങ്ങളാണ്. ഇവിടെ ആഴമുള്ള ഗഹനമായ എന്നുള്ള പ്രയോഗങ്ങൾ നടത്താനുള്ള കാരണം പുരുഷ സൂക്തം അഭിവ്യക്തമാക്കാൻ ശ്രമിക്കുന്ന പൊരുൾ വാക്കിന് വിധേയമല്ല. അതായത് ഭാരതീയ മഹർഷീശ്വരന്മാർ നിരന്തരമായ സാധനയിലൂടെ അവരുടെ ബോധത്തെ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചപ്പോൾ അവർക്കൊരു ദർശനമുണ്ടായി. ആ ദർശനത്തെ അഭിവ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് പുരുഷ സൂക്തം ചെയ്യുന്നത്. ബോധത്തിൻ്റെ പാരമ്യം എന്ന് പറയുമ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധി ഇവയ്ക്ക് അതീതമായ തലം എന്ന് വേണം ഗ്രഹിക്കാൻ. വാക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിലാണ് കളിക്കുന്നത്. അതിനതീതമായ ഒന്നിലേക്ക് അടുക്കാൻ വാക്കിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ആ തലത്തെ അഭിവ്യക്തമാക്കാൻ വാക്ക് അപര്യാപ്തമാണ്. എന്നാൽ ഈ ദർശനമുണ്ടായ ഋഷീശ്വരന്മാർ ഇത് മനുഷ്യന് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി. അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ ദർശനം തന്നെയാണെന്ന് അവർ ഗ്രഹിച്ചു. കാരണം ഈ ദർശനമുണ്ടായാൽ അവർക്ക് മുക്തി കിട്ടും. അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കണം. മുക്തിയാണ് ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അത് മനസ്സിലാക്കിയ മഹർഷീശ്വരന്മാർ സാധാരണക്കാർക്ക് കൂടി മുക്തി കിട്ടട്ടെ എന്ന് കരുതി വാക്കിന് വിധേയമല്ല എന്ന് മനസ്സിലാക്കിയിട്ടും സാഹസം കൊണ്ട് ആ വിഷയത്തെ വാക്കിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള സൂക്തമാണ് പുരുഷ സൂക്തം. അപ്പോൾ വാക്കിന് വിധേയമാകാത്തതാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിലെ ഓരോ മന്ത്രങ്ങളും അർത്ഥം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടവയല്ല എന്ന് വേണം ഗ്രഹിക്കാൻ. അതായത് ധ്യാനിച്ച് സൂക്ഷ്മമായ സാധനയിലൂടെ നമ്മൾ സ്വയം നമ്മുടെ ബോധത്തെ ആ തലത്തിലേക്ക് ഉയർത്തി അവർ ദർശിച്ച അതേ ദർശനം നമുക്കുണ്ടായാൽ മാത്രമേ പുരുഷ സൂക്തത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റൂ. അപ്പോൾ സാധനയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, ധ്യാനത്തിന് സഹായകമാവാൻ വേണ്ടിയാണ് പുരുഷ സൂക്തം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ബോധത്തോടു കൂടി വേണം പുരുഷ സൂക്തത്തെ സമീപിക്കാൻ. അപ്പോൾ ഇതിൻ്റെ പദങ്ങളുടെ അർത്ഥം മനസ്സിലായി, ആ അർത്ഥം ചിന്തിച്ചാൽ സത്യം മനസ്സിലാവും എന്നൊരിക്കലും ധരിക്കരുത്. കാരണം ഇതിലെ പദങ്ങളെല്ലാം തന്നെ അനിർവചനീയമായ പൊരുളിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പം അനിർവചനീയം, വാചാമഗോചരം എന്നൊക്കെ പറയുന്ന ആ പൊരുളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് വേണം ഗ്രഹിക്കാൻ. യൻ മനസാന മനുതേ യേനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദം ഉപാസത്തെ എന്ന് വേദം തന്നെ പറയുന്നുണ്ട്. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റുന്ന പൊരുളല്ല. അപ്പൊ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്ന്, കാരണം ചിന്തയ്ക്കും അതീതമാണ്. അപ്പൊ ആ തലത്തിൽ എത്തിയാൽ മാത്രം കിട്ടാവുന്ന ഒന്നിനെ പതുക്കെ സാധനയിലൂടെ നമ്മൾ നേടിയെടുക്കണം. അതിനെ സഹായിക്കാൻ വേണ്ടി കുറച്ച് വാക്കുകളെ ഋഷി പ്രദാനം ചെയ്യുകയാണ്. അപ്പോൾ അതിസൂക്ഷ്മമാണെന്നും സ്വയം അനുഭവിക്കേണ്ടതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് സാധനയ്ക്ക് സഹായമായിട്ട് മാത്രം ഈ മന്ത്രങ്ങളെ ഉപയോഗിക്കണം. ഈ ഒരു മുഖവുരയോടുകൂടി നമുക്കിതിലുള്ള മന്ത്രങ്ങളെ ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. എല്ലാ വേദങ്ങളിലും നമുക്ക് പുരുഷ സൂക്തം കാണാം. ചിലതിൽ 16, ചിലതിൽ കുറച്ച് വ്യത്യാസവുമായിട്ട് ആകെ മൊത്തം 18 മന്ത്രങ്ങളാണ് നമുക്ക് ഇന്ന് പ്രചാരത്തിലുള്ളത്. അപ്പോൾ ആ 18 മന്ത്രങ്ങളുടെയും അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഇതിലെ അർത്ഥങ്ങൾ അതിസൂക്ഷ്മമാണ്. ഇത് വീണ്ടും പറയുന്നു. ഇപ്പോൾ സാധാരണ വെറുതെ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം കാര്യമില്ല. അത് നിത്യം ധ്യാനത്തിന് ഉപയോഗിക്കണം. സൂക്ഷ്മമായി സാധന ചെയ്യണം. അങ്ങനെ ബോധത്തെ നമ്മൾ തന്നെ ഉയർത്തി ആ തലത്തിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ പുരുഷ സൂക്തം മനസ്സിലായി എന്ന് പറയാൻ പറ്റൂ. അപ്പം ഈ ഒരു ബോധം വെച്ചുകൊണ്ട് വേണം ശ്രവിക്കാൻ. നമുക്കിതിലെ ഓരോ മന്ത്രവും ചൊല്ലി അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠത് ദശാങ്കുലം. പുരുഷ സൂക്തം എന്നാണ് ഈ കൃതിയുടെ പേര്. പുരുഷനെ കുറിച്ചുള്ള സൂക്തമാണ്. പുരുഷൻ, പുരത്തിൽ വസിക്കുന്നവൻ. പുരമെന്ന് സാമാന്യർത്ഥത്തിലെടുത്താൽ ദേഹം, ദേഹത്തിൽ വസിക്കുന്നവൻ പുരുഷൻ. അപ്പോൾ ഒരു ദേഹത്തിൽ ഒരു ചൈതന്യം വസിക്കുന്നുണ്ട്.
അതിനെ നമുക്ക് പുരുഷൻ എന്ന് വിളിക്കാം. ആ പുരുഷനെ പരിചയപ്പെടുത്തുകയാണ് ഋഷി. അപ്പോൾ സാധാരണക്കാരോടാണ് സംസാരിക്കുന്നത്, അവരെ സഹായിക്കാൻ വേണ്ടിയാണ്, കുറേശ്ശെ ഉയർത്താൻ വേണ്ടിയാണ്. അപ്പോൾ സാധാരണക്കാരൻ്റെ തലത്തിൽ എന്താ? പ്രപഞ്ചത്തിൻ്റെ തലമാണ്, അതായത് സ്ഥൂലമായ ഈ തലമാണ്. അപ്പോൾ ആ തലത്തിലെ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഒരു പുരുഷനുണ്ട്, ആ പുരുഷന് സഹസ്ര ശീർഷ 1000 തലകളുണ്ട്, സഹസ്രാക്ഷ 1000 കണ്ണുകളുണ്ട്, സഹസ്രപാദ് 1000 കാലുകളുണ്ട്. ഈ പുരുഷനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഋഷി. ഇവിടെ 1000 എന്ന പ്രയോഗം അനന്തതയെ സൂചിപ്പിക്കുന്നു, കൃത്യമായി 1000 എന്ന എണ്ണത്തെയല്ല. വാക്കുകളൊക്കെ ഈ സൂക്തത്തിൽ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അർത്ഥം ചിലതിനൊക്കെ സ്ഥൂലമായി പറഞ്ഞാൽ പോലും സൂക്ഷ്മമായ തലമുണ്ടെന്ന് ചിന്തിക്കണം. അപ്പൊ 1000 തലകൾ, 1000 കണ്ണുകൾ, 1000 കാലുകൾ ഉള്ള ഒരു പുരുഷൻ. അപ്പോൾ ഒരു വ്യക്തിയെ ഇങ്ങനെ സങ്കല്പിച്ച് ആ വ്യക്തിക്ക് 1000 തല, കുറേ കൈകൾ, കുറേ കാലുകൾ, അങ്ങനെയല്ല സങ്കല്പിക്കേണ്ടത്. ഇവിടെ ഉള്ളതെല്ലാം ആ പുരുഷന്റെ തലകളാണ്. ഇവിടെയുള്ള എല്ലാ കണ്ണുകളും ആ പുരുഷന്റെയാണ്. ഇവിടെയുള്ള എല്ലാ കാലുകളും ആ പുരുഷന്റെയാണ്. അതായത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പ്രപഞ്ചത്തെ ഒരു പുരമായിട്ട് സങ്കല്പിച്ചാൽ അതിലിരിക്കുന്നവൻ പുരുഷൻ. ഇപ്പൊ നമ്മുടെ സ്ഥൂലമായ ദേഹത്തിലിരിക്കുന്ന ജീവനെ പുരുഷൻ എന്ന് വിളിക്കുന്ന പോലെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനെ പുരുഷനായിട്ട് വിളിച്ചിരിക്കുന്നു. അപ്പൊ ആ പുരുഷനെ ആ ഭാവത്തിൽ കാണണം. സാധാരണക്കാരൻ താൻ വേറെ പ്രപഞ്ചം വേറെ എന്ന രീതിയിലാണ് കാണുന്നത്. അവനോട് പറയാണ്, വാസ്തവത്തിൽ നീയും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, കാരണം ഇതെല്ലാം ഒന്നാണ്. ആ ഒന്നായിരിക്കുന്നവനാണ് പുരുഷൻ. അപ്പൊ അവന്റെയാണ് എല്ലാ തലകളും, എല്ലാ കൈകളും, എല്ലാ കാലുകളും, എല്ലാ കണ്ണുകളും, എല്ലാ ഇന്ദ്രിയങ്ങളും അവന്റെ തന്നെയാണ്. സ ഭൂമിം വിശ്വതോ വൃത്വ, ആ പുരുഷൻ ഭൂമിയെ എല്ലാ ഭാഗത്തു നിന്നും ആവരണം ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വ്യാപനത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഭൂമിയെ മുഴുവൻ വ്യാപിച്ചിട്ട്, പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിച്ചിട്ട്, അത്യതിഷ്ഠ ദശാങ്കുലം 10 അങ്കുലം അകലെ ചെന്ന് നിൽക്കുന്നു, അതിക്രമിച്ച് നിൽക്കുന്നു. അങ്കുലം എന്നുള്ളത് പഴയ കാലത്തെ ഒരു അളവ് കണക്കാണ്. കൃത്യമായ അർത്ഥത്തിൽ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. 1000 എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അളവ് എന്നെടുത്താൽ മതി. അപ്പോൾ 10 അങ്കുലം അപ്പുറം ചെന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിക്കുന്നു. അപ്പൊ പ്രപഞ്ചമുള്ളത് വരെയാണോ അവൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ അല്ല, അവൻ അതിനതീതമായ ഒരു ഭാവവും ഉണ്ട്. അപ്പോൾ സ്ഥൂലമായിട്ട് നമ്മൾ കാണുന്നു, പക്ഷെ അതിസൂക്ഷ്മ ഭാവം അവനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തുടക്കത്തിലെ മന്ത്രത്തിൽ തന്നെ. അപ്പൊ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ്. സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം, പക്ഷെ 10 അങ്കുലം അപ്പുറം ചെന്ന് നിൽക്കുന്നു. അപ്പൊ കൃത്യമായി 10 അങ്കുലം അപ്പുറം വരെ വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കരുത്. പ്രപഞ്ചത്തിന് അതീതമായ ഒരു ഭാവമുണ്ട്. ഇവിടെ 10 അങ്കുലം എന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യത്യാസം എത്രയാണെന്ന് അടുത്തുള്ള മന്ത്രങ്ങളിൽ വരും. അപ്പൊ അവിടെ മറ്റൊരു അളവാണ് എടുക്കുക. അപ്പൊ അളവുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല, ആ ഭാവത്തിനാണ് പ്രസക്തി. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനാണ് പുരുഷൻ. അപ്പൊ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേഹങ്ങളും അവന്റെയാണ്. അപ്പൊ അവിടെ ആ ഏകത്വം വന്നു. എന്നാൽ ഇത് മാത്രമാണോ അവന്റെ പൊരുൾ? അല്ല, ഇതിനതീതമായ ഒരു ഭാവം അവനുണ്ട്. ഇതാണ് ആദ്യത്തെ മന്ത്രത്തിൽ വ്യക്തമാക്കുന്നത്. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠത് ദശാങ്കുലം. അടുത്തത് രണ്ടാമത്തെ മന്ത്രമാണ്. പുരുഷ ഏവേദം സർവം യദ്ഭൂതം യच्च ഭവ്യം ഉതാമൃതത്വസ്യേഷാനഃ യദന്യേനാതിരോഹതി. ആ പുരുഷനെ ഒന്നുകൂടി വിസ്തരിക്കുകയാണ്. പുരുഷ ഏവ ഇദം സർവം. ഇദം സർവം, ഈ ഉള്ളതെല്ലാം. അപ്പൊ നേരത്തെ 1000 തല 1000 കൈകൾ എന്ന് പറഞ്ഞു, അത് വിസ്തരിക്കുകയാണ്. ഈ ഉള്ളതെല്ലാം പുരുഷ ഏവ, പുരുഷൻ തന്നെയാണ്. അപ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളുക, നീ കാണുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. നിനക്ക് പലത് തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നാണ്, പുരുഷൻ തന്നെയാണ് ഇതെല്ലാം. യദ്ഭൂതം യच्च ഭവ്യം. ഇപ്പോൾ ഉള്ളതെല്ലാം പുരുഷൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ലല്ലോ. കുറച്ച് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നില്ല. കുറച്ച് നാളെ ഉണ്ടാവും, ഇപ്പോഴില്ല. അപ്പോൾ ഇങ്ങനെ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഉള്ളതെല്ലാം എന്ന പദത്തിൽ അടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ മറുപടിയായിട്ട് പറയുന്നു, ഇതുവരെ ഉണ്ടായതെല്ലാം പുരുഷൻ തന്നെയാണ്, ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതും പുരുഷൻ തന്നെയാണ്. അപ്പോൾ ഈ നിമിഷമുള്ളതും പുരുഷൻ തന്നെയാണ്.
അപ്പോൾ കാലത്തിന്റെ ഭേദം പുരുഷനില്ല, ദേശത്തിന്റെ ഭേദവും പുരുഷനില്ല. ഇതാണ് ഇവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. സ്ഥൂല പ്രപഞ്ചത്തെയാണ് പറഞ്ഞത്. അപ്പൊ അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ അവസാനത്തെ വരിയിൽ യദന്നേനാതിരോഹതി, അന്നത്താൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്തോ, അതാണ് സ്ഥൂല പ്രപഞ്ചത്തിന്റെ സ്വഭാവം. അന്നം എന്നാൽ ഭക്ഷിക്കുന്നത്. ഇവിടെ എല്ലാം നിലനിൽക്കുന്നത് എന്തിനെയെങ്കിലും ഭക്ഷിച്ചിട്ടാണ്. ഭക്ഷിച്ചിട്ട് വേണം ജീവനെ നിലനിർത്താൻ. അപ്പോ ഭക്ഷിച്ചുകൊണ്ട് അഭിവൃദ്ധിയെ നേടുന്നത് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ പുരുഷൻ തന്നെയാണ്. അത് ഭൂതകാലത്തിലുമുണ്ടത്, ഭാവിയിലുള്ളത്, വർത്തമാനത്തിലുള്ളതും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദേശം, കാലം, ഈ രണ്ടാണ് നമുക്കുള്ള അളവുകൾ. ഈ രണ്ട് തലത്തിലും പുരുഷനെ വ്യാഖ്യാനിക്കുകയാണ്. അവൻ ഉള്ളതെല്ലാമാണ്, എല്ലാ കാലത്തിലുള്ളതും അവൻ തന്നെയാണ്. അങ്ങനെയുള്ള പുരുഷൻ. അപ്പോൾ അത് മാത്രമാണോ? നേരത്തെ അത്യതിഷ്ഠ ദശാങ്കുലം എന്ന് പറഞ്ഞു, അതൊന്നുകൂടി ഇവിടെ ഉറപ്പിക്കുന്നു. ഉദാമൃതത്വസ്യേഷാനഃ, അവൻ അമൃതത്വത്തിന് ഈശാനനും കൂടിയാണ്. പ്രപഞ്ചം മുഴുവൻ അവനാണ്. പ്രപഞ്ചം പരിണമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ പരിണാമവും അവൻ തന്നെയാണ്. പക്ഷെ ഇത് മാത്രമല്ല, അവൻ അമൃതത്വത്തിനും ഈശാനനാണ്. അമൃതത്വം എന്നിവിടെ സൂചിപ്പിക്കുന്നത് പരിണാമമില്ലാത്ത നിത്യവസ്തുവിനെയാണ്. കാരണം മരണമില്ലാത്തതാണ് അമൃതം. അപ്പോൾ മരണമില്ലാത്തത് എന്ന് പറയുമ്പോൾ പരിണാമമില്ലാത്ത സനാതനമായ ഭാവം, അതിൻ്റെ ഈശാനനും അവനാണ്. അതായത് സനാതനമായ ഭാവവും അവനുണ്ട്. നിത്യം പരിണമിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം അവനാണ്. പക്ഷെ അത് മാത്രമല്ല അവന്റെ ഭാവം, അവൻ സനാതനൻ കൂടിയാണ്. അതായത് നിത്യവസ്തുവാണ്, എല്ലാ കാലത്തും ഒരു മാറ്റവും ഇല്ലാത്തവനാണ്. അപ്പോൾ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും തലത്തിൽ അവനെ വർണ്ണിച്ചു. ഒപ്പം തന്നെ പറഞ്ഞു ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ സ്വാധീനം അവനില്ല, അതിനതീതമായ ഭാവവും അവനുണ്ട്. ഇതാണ് രണ്ടാമത്തെ മന്ത്രത്തിൽ. പുരുഷ ഏവേദം സർവം യദ്ഭൂതം യജ്ജ ഭവ്യം ഉദാമൃതത്വസ്യേഷാനഃ യദന്നേനാതിരോഹതി. അടുത്തത് മൂന്നാമത്തെ മന്ത്രമാണ്. ഏതാവാനസ്യ മഹിമാ അതോജ്യായാശ്ച പൂരുഷ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. അവന് രണ്ട് തലമുണ്ടെന്ന് പറഞ്ഞു. ദേശകാലത്തിന്റെ പരിമിതിയിലുള്ള തലം, അത് നിറഞ്ഞു നിൽക്കുന്നു. അതിനതീതമായ തലം രണ്ടുമുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും കൂടി വിസ്തരിക്കുകയാണ്. ഏതാവാൻ അസ്യ മഹിമാ, ഈ പറഞ്ഞത് അതായത് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിധിയിലുള്ളത് അവൻ്റെ മഹിമ മാത്രമാണ്. അവൻ്റെ പൂർണ്ണതയല്ല, അവൻ്റെ മഹിമ മാത്രം. അവൻ്റെ യഥാർത്ഥ സ്വരൂപം മറ്റൊന്നാണ്. അതോ ജ്യായാശ്ച പൂരുഷ, ഇതിനെ ഈ പറഞ്ഞതിനെ അതിക്രമിച്ച് നിൽക്കുന്നവനാണ് പുരുഷൻ. ഇപ്പൊ അത്യതിഷ്ഠ ദശാങ്കുലം എന്ന് പറഞ്ഞു, അമൃതത്വസ്യ ഈശാനഃ എന്ന് പറഞ്ഞു. അത് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇത് അവന്റെ മഹിമയാണ്. എങ്ങനെ? അവന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത്, നിത്യം പരിണമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അവന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടായതുകൊണ്ട് ഇത് അവന്റെ മഹിമയാണ്. അപ്പോൾ അവന്റെ മഹിമയായിട്ട് മാത്രമേ പ്രപഞ്ചത്തെ കാണേണ്ടതുള്ളൂ, അവന്റെ സ്വരൂപമായിട്ടല്ല. അവൻ ഇതിനതീതമായ പൊരുളാണ്. അതാണ് ആദ്യത്തെ രണ്ട് വരിയിൽ ഏതാവാനസ്യ മഹിമ അതോജ്യായാശ്ച പൂരുഷ. ഇനി ആ പുരുഷന്റെ ഇപ്പൊ രണ്ട് തലം പറഞ്ഞു, അതൊന്നും കൂടി അളന്ന് പറയുകയാണ്. ആദ്യം 10 അങ്കുലത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ മറ്റൊരളവിൽ പറയുകയാണ്. പുരുഷന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. അളവിനെ ലിറ്ററൽ അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ പറയുന്നു, ആ പുരുഷനെ നമ്മൾ 4 ഭാഗിക്കുകയാണെങ്കിൽ, ഒരു സങ്കല്പമാണ്, 4 ഭാഗിക്കുകയാണെങ്കിൽ അതിലെ 1/4 ഭാഗം മാത്രമേ വിശ്വാഭൂതാനി, പാദോ അസ്യ വിശ്വാഭൂതാനി, സമസ്ത ഭൂതങ്ങളും, ഭൂതശബ്ദം ഉണ്ടായതിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഉണ്ടായത് എന്തെല്ലാം ഉണ്ടോ സമസ്ത പ്രപഞ്ചവും ആ പുരുഷന്റെ 1/4 ഭാഗം മാത്രമാകുന്നു. ശേഷിക്കുന്ന 3/4 ഭാഗം ത്രിപാദസ്യാമൃതം ദിവി, അത് അമൃതമാകുന്നു, അത് ദിവ്യമാകുന്നു. അപ്പോൾ അതിസൂക്ഷ്മമാണ് അതാണ് 3/4 ഭാഗം. അതായത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഭാവം അതാണ്. ഇത് വെറും നമ്മൾ അനുഭവിക്കുന്ന ഒരു തോന്നലാണ്. ഇതാണ് അദ്ദേഹം എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് സൂചിപ്പിക്കാനാണ് ഇവിടെ 1/4 3/4 പറയുന്നത്.
അപ്പോൾ കാലിനേക്കാൾ വലുതാണല്ലോ മുക്കാൽ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ അദ്ദേഹം സൂക്ഷ്മനാണ്. നമ്മൾ കാണുന്നത് ഈ തലമാണ്. ഇതിൽ അദ്ദേഹം പരിണമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഭേദം നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഇവിടെ കാലും മുക്കാലും ഒക്കെ പറയുന്നത്. ആ തലത്തിൽ വേണം അത് ഗ്രഹിക്കാൻ. അപ്പൊ ഏതാവാനസ്യ മഹിമ അതോജ്യായാശ്ച പൂരുഷ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഇതേ കണക്ക് തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എൻ്റെ ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. തൻ്റെ വിഭൂതിയെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്ന് ഇന്നത് ഞാനാണെന്ന് പറഞ്ഞ് അവസാനം പറയാണ്, അല്ലയോ അർജുന, എന്തിനാ ഞാൻ അധികം പറയുന്നത്? എൻ്റെ ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. അപ്പൊ എൻ്റെ മഹിമ എത്രയാണെന്ന് നീ ഒന്ന് ഓർക്ക്. ഞാൻ എത്ര അതിക്രമിച്ച് നിൽക്കുന്നവനാണ്, എത്ര വലിയവനാണെന്ന് നീ ഒന്ന് ഓർക്ക്. മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ കാലും മുക്കാലും എന്ന ഭേദത്തിലാണ് പറയുന്നത്. നമ്മൾ കാണുന്നത് കാൽഭാഗം മാത്രമാണ്. ആ കാൽഭാഗം തന്നെ നമുക്ക് മുഴുവനായി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പുരുഷന്റെ മഹിമ എത്രയായിരിക്കുമെന്ന് ചിന്തിക്കാൻ പറയുകയാണ്, ധ്യാനിക്കാൻ പറയുകയാണ്. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, സാധനയ്ക്ക് വേണ്ടിയാണ് സൂക്തം. അപ്പോൾ ഇത് നിത്യം ധ്യാനത്തിന് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബോധത്തെ ഉയർത്താം. എന്നാൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റൂ. ഏതാവാനസ്യ മഹിമ അതോജ്യായാശ്ച പൂരുഷ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഇതായിരുന്നു മൂന്നാമത്തെ മന്ത്രം. അടുത്തത് നാലാമത്തെ മന്ത്രമാണ്. ത്രിപാദൂർധ്വ ഉദയിത് പുരുഷ പാദോസ്യേഹാ ഭവാത് പുനഃ തതോ വിശ്വം വ്യക്രാമത് സാശനാനശനേ അഭി. പുരുഷൻ യഥാർത്ഥത്തിൽ ഉദിച്ചു നിൽക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത് ആ മുക്കാൽ ഭാഗത്തിലാണ്. അതായത് പുരുഷന്റെ യഥാർത്ഥ ശോഭ അവിടെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ കാൽ ഭാഗത്തിലാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പരിണമിച്ചു കൊണ്ടിരിക്കുന്നത്. പരിണാമം സംഭവിക്കുന്നത് ഈ കാൽ ഭാഗത്തിലാണ്. എന്നാൽ അവിടെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഭാവം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മഹിമാവിന്റെ പൂർണ്ണത ആ മുക്കാൽ ഭാഗത്തിലാണ്, കാൽഭാഗത്തിലല്ല. കാൽഭാഗം തന്നെ ആശ്ചര്യജനകമാണ്. അപ്പോൾ ആ മുക്കാൽ ഭാഗത്തിന്റെ ഭാവം എത്രയായിരിക്കുമെന്ന് ചിന്തിക്കുക എന്ന ഒരു ധ്വനിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ത്രിപാദൂർധ്വം ഉദൈത് പുരുഷ പാദോസ്യേഹാ ഭവാത് പുനഃ. അപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് ഈ കാൽഭാഗത്തിലാണ്. അപ്പൊ ഈ കാൽഭാഗത്തിൽ വീണ്ടും അവൻ ഉണ്ടായി, ഈ സ്ഥൂലഭാവത്തിൽ അവൻ ഉണ്ടായി എന്ന തലത്തിലാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്ന് നിർത്തുന്നത്. അവിടെ അവൻ ഉണ്ടായി. തതോ വിശ്വം വ്യക്രാമത്ത്, അതിനെ മുഴുവനായി അവൻ വ്യാപിച്ച് സാശനാനശനെ അഭി, അതിനെ മുഴുവനായിട്ട് അവൻ വ്യാപിക്കുന്നു. ആ മുഴുവനായതിനെ രണ്ട് തലത്തിൽ പറയുന്നു. ഭക്ഷിക്കുന്നതിനെയും ഭക്ഷിക്കാത്തതിനെയും അവൻ വ്യാപിക്കുന്നു. പ്രപഞ്ചത്തെ നമുക്ക് ഈ രണ്ടായിട്ട് പറയാം. ഭക്ഷിക്കുന്നത് അതായത് ജീവനുള്ളത്, ഭക്ഷിക്കാത്തത് അതായത് ജീവനില്ലാത്തത്. ഇത് രണ്ടായിട്ടും പ്രപഞ്ചത്തിൽ വസ്തുക്കളെ നമ്മൾ കാണുന്നു. ഇത് രണ്ടും അവൻ തന്നെയാണ്. ചൈതന്യമാണെന്ന് പറയുമ്പോൾ ജീവനുള്ളതിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തെറ്റിദ്ധാരണയുണ്ടാവാം. അത് മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്, ഭക്ഷിക്കാത്തതിലും ജീവനില്ലാത്തതിലും അവൻ തന്നെയാണ്. അപ്പൊ അവന്റെ ആ കാൽഭാഗത്തിൽ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി അതിൽ വ്യാപിച്ചു. അങ്ങനെ വ്യാപിച്ചുകൊണ്ട് അവൻ അതിലുള്ള രണ്ട് ഭാവത്തിലും ശോഭിക്കുന്നു. ജീവൻ ഉള്ളതായിട്ടും അതുകൊണ്ട് ഭക്ഷിക്കുന്നവനായിട്ടും, ജീവൻ ഇല്ലാത്തതായിട്ടും അതുകൊണ്ട് ഭക്ഷിക്കാത്തവനായിട്ടും അവൻ ശോഭിക്കുന്നു. ഇതാണ് നാലാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ത്രിപാദൂർധ്വ ഉദൈത് പുരുഷ പാദോസ്യേഹാ ഭവാത് പുനഃ തതോ വിശ്വം വ്യക്രാമത് സാശനാനശനെ അഭി. ഈ പരിണാമം നിത്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിലെ ഒരു ഭാഗമാണ് ഇവിടെ എടുക്കുന്നത്. എല്ലാ തവണയും ഇതിന് തുടക്കം, മധ്യം, ഒടുക്കമുണ്ട്. വീണ്ടും തുടങ്ങും, ഒടുങ്ങും. ഇതിങ്ങനെ അവസാനമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിലെ ഒരു പോയിന്റ് എടുത്തുകൊണ്ടാണ് നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി ഋഷി പറയുന്നത്. അപ്പോൾ വിശ്വം വ്യാപിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നതും ഭക്ഷിക്കാത്തതുമായിട്ട് അവൻ ശോഭിക്കുന്നു. അടുത്തത് അഞ്ചാമത്തെ മന്ത്രമാണ്. അവിടെ പറയുന്നു, തസ്മാത് വിരാടജായത വിരാജോ അധിപൂരുഷ സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമിമഥോ പുരഃ. കാൽഭാഗത്തിലുള്ള പരിണാമത്തെയാണ് പറയുന്നത്. അതിലെ ഒരു പോയിന്റിൽ അതിന്റെ തുടക്കത്തെ പറയുകയാണ്. അവിടെ പറയുന്നു, അവനിൽ നിന്നും, ആ കാൽഭാഗത്തിൽ നിന്നും, അപ്പൊ പുരുഷന്റെ മഹിമാവ് വളരെ വലുതാണ്. അതിലെ ആ കാൽഭാഗത്തിൽ നിന്നും വിരാടജായത, വിരാട്ടുണ്ടായി. നേരത്തെ ആ പ്രപഞ്ചത്തെ അവൻ വ്യാപിച്ചു,
ജീവനുള്ളതും ജീവനില്ലാത്തതും എന്ന് പറഞ്ഞു. അതിനെ ഒന്നുകൂടി വിസ്തരിക്കുകയാണ്. ആ കാൽ ഭാഗത്തിൽ നിന്നും വിരാട്ട് ഉണ്ടായി. വിരാട്ട് എന്ന ശബ്ദം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് വിശ്വത്തെയാണ്, അതായത് സ്ഥൂലമായ പ്രപഞ്ചത്തെ. അപ്പോൾ വിശ്വമുണ്ടായി, വിരാട്ടുണ്ടായി. വിരാജോ അധിപൂരുഷ, ആ വിരാട്ടിൽ നിന്നും അധിപുരുഷൻ ഉണ്ടായി. അധിപുരുഷൻ എന്നാൽ ഈശ്വരൻ, അതായത് വിഷ്ണു. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ 2 നാമങ്ങളാണ് വിശ്വം, വിഷ്ണു. വിശ്വം എന്താ? വിഷ്ണുവിനാൽ വ്യാപിക്കപ്പെട്ടത് വിശ്വം. വിഷ്ണുവാര? വിശ്വത്തെ വ്യാപിച്ചവൻ. അപ്പോൾ സ്ഥൂലമായ പ്രപഞ്ചമായിട്ട് അവൻ ഉണ്ടായി, അത് വിരാട്ട്. ആ വിരാട്ടിൽ അവൻ സൂക്ഷ്മമായ ചൈതന്യമായിട്ട് പ്രവേശിച്ചു, വ്യാപിച്ചു. അതുകൊണ്ട് അവൻ അധിപുരുഷനായി, അതിനെ ഭരിക്കുന്നവനായി. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവൻ ഈശ്വരൻ. ഈശ്വരഭാവത്തെയും അവൻ കൈക്കൊണ്ടു. കാരണം അവൻ ഉള്ളത് കൊണ്ടാണ് ഇത് ചലിക്കുന്നത്. അപ്പൊ എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ്. അപ്പൊ അവനിൽ നിന്നും, അവന്റെ ആ പൂർണ്ണഭാവത്തിൽ നിന്നും, അതിലെ കാലിൽ നിന്നും വിരാട്ടുണ്ടായി. ആ വിരാട്ടിൽ അവൻ അധിപുരുഷനായിട്ടും ശോഭിച്ചു. അപ്പോൾ തസ്മാത് വിരാട ജായത വിരാജോ അധിപൂരുഷ സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമിമതോ പുരഃ. അവൻ ആ 2 ഭാവത്തെയും ചേർത്ത് അതിലിടപഴകാൻ തുടങ്ങി. അതായത് സ്ഥൂലമായ പ്രപഞ്ചവും അതിൽ വ്യാപിച്ചിരിക്കുന്ന അധിപുരുഷ ഭാവം, ഈശ്വരഭാവവും, അത് രണ്ടും കൂടി ചേർന്നപ്പോൾ അവിടെ ചലനമുണ്ടായി, കർമ്മമുണ്ടായി. അങ്ങനെ കർമ്മമുണ്ടായപ്പോൾ ആ ഇടപഴകലിനെയാണ് സജാതോ അത്യരിച്യത എന്ന പദത്തിൽ സൂചിപ്പിക്കുന്നത്. അവൻ അതിൽ ഇടപഴകാൻ തുടങ്ങിയ സമയത്ത് അവിടെ ഭൂമിയുണ്ടായി. ആ ഭൂമിയിൽ അവൻ വ്യാപിച്ചു. അത് കഴിഞ്ഞ് ആ ഭൂമിയിൽ ഒരുപാട് പുരങ്ങൾ ഉണ്ടായി. ആ പുരങ്ങളിലും അവൻ വ്യാപിച്ചു. ഭൂമി എന്ന് പറഞ്ഞാൽ വാസസ്ഥാനമാണ്, കർമ്മം ചെയ്യാനുള്ള ഇടമാണ്. അപ്പൊ കർമ്മം ചെയ്യാൻ നമുക്ക് ഇടം വേണം, നമുക്കൊരു സ്ഥലത്ത് തങ്ങാൻ പറ്റണം, അത് ഭൂമിയാണ്. ആ ഭൂമിയിൽ ഒരുപാട് പുരങ്ങളുണ്ട്. അത് ഏതാണ്? ശരീരങ്ങളാണ്. പല പ്രകാരത്തിലുള്ള ശരീരങ്ങളുണ്ട്. എല്ലാ ശരീരങ്ങളും പുരങ്ങളാണ് ജീവന് വസിക്കാൻ. അപ്പൊ അവൻ പ്രപഞ്ചം മുഴുവനായിട്ട് ആദ്യം ഉദ്ഭവിച്ചു. അതിൽ അവൻ ഈശ്വരനായിട്ട് വിളങ്ങി. അത് കഴിഞ്ഞ് ആ 2 ശക്തികളെയും സമ്മേളിപ്പിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവൻ ഭൂമിയായിട്ട് ശോഭിച്ചു. അതിൽ മുഴുവൻ വ്യാപിച്ചു. അതിൽ ഒരുപാട് പുരങ്ങളെ അവൻ ഉണ്ടാക്കി. ആ പുരങ്ങളിലെല്ലാം അവൻ ശോഭിച്ചു. അപ്പൊ ഏകമായ വസ്തു പലതാകുന്നത് കാവ്യാത്മകമായിട്ട് വർണ്ണിക്കുകയാണ്. കൃത്യമായി ഇങ്ങനെയാണ് ക്രമം എന്നല്ല ഇവിടെ നിന്ന് ഗ്രഹിക്കേണ്ടത്. ഇത് സൂക്ഷ്മമായ വർണ്ണനയാണ്, ധ്യാനിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തസ്മാത് വിരാട ജായത വിരാജോ അധിപൂരുഷ സജാതോ അത്യരിച്യത പശ്ചാത് ഭൂമിമഥോ പുരഃ. ഇതായിരുന്നു 5ാമത്തെ മന്ത്രം. അടുത്തത് 6ാമത്തെ മന്ത്രമാണ്. യത് പുരുഷേന ഹവിഷ ദേവാ യജ്ഞമതൻവത വസന്തോ അസ്യാസീത് ആജ്യം ഗ്രീഷ്മ ഇത്മ ശരദ്ധവിഹി. പുരുഷനാകുന്ന ഹവിസിനാൽ ദേവന്മാർ യജ്ഞം ആരംഭിച്ചു, ചെയ്തു. പ്രകാശിക്കുന്നവരാണ് ദേവന്മാർ. ഇവിടെ പുരുഷൻ തന്നെയാണ് ദേവന്മാർ. കാരണം പുരുഷനാണ് എല്ലാവരുടെയും ഉള്ളിൽ ശോഭിക്കുന്നത്. ഉള്ളത് പുരുഷൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ദേവന്മാര്, കാരണം ഒരു ക്രമം ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിലൊരു പോയിന്റിൽ നിന്നും ഇതിന്റെ ആരംഭം പറയുകയാണ്. അപ്പൊ അവിടെ ദേവന്മാര് ആ പുരുഷനാകുന്ന ഹവിസിനെ ഉപയോഗിച്ചുകൊണ്ട് യജ്ഞത്തെ ചെയ്തു. ഇതാണ് പറയുന്നത്. യത് പുരുഷേന ഹവിഷ ദേവാ യജ്ഞം അതൻവത. അപ്പോൾ പുരുഷനാകുന്ന ഹവിസ് കൊണ്ട് ചെയ്തു. ഹവിസ് എന്ന് പറഞ്ഞാൽ സമർപ്പണ ദ്രവ്യമാണ്. പല പ്രകാരത്തിലുള്ളത് നമ്മൾ യജ്ഞത്തിൽ സമർപ്പിക്കും. അത് വിശദമാക്കുകയാണ്. പുരുഷനാണ് സർവം, ഇതാണ് അഭിവ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. യജ്ഞത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവത്തെയാണ് ഇവിടെ അഭിവ്യക്തമാക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം. ഇപ്പോ ഭഗവത്ഗീതയിലുണ്ട്, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഉള്ളതെല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയാൽ കർമ്മത്തിലൂടെ നമുക്ക് നൈഷ്കർമ്മ്യം കിട്ടും. ഇപ്പൊ യജ്ഞമൊക്കെ ചെയ്യുന്നത് ക്രിയകളാണ്. ക്രിയകൾ ചെയ്യുന്നത് ഈ ഭേദബുദ്ധി ഉള്ളപ്പോഴാണ്. ക്രമേണ നമ്മൾ ഉയർന്നുയർന്ന് ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തുമ്പോൾ നമുക്ക് ഈ ഭേദമില്ലാതെയായി, കർമ്മം തന്നെ ഇല്ലാതെയായി ആ ഏകമേവാദ്വിതീയം എന്ന ബോധം സിദ്ധിക്കും. അതാണ് മുക്തി. അപ്പൊ ആ തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് യജ്ഞം എന്ന പ്രക്രിയയെ ആദ്യകാലത്തിൽ സസൂക്ഷ്മമായിട്ട് കോസ്മിക് സ്കെയിലിൽ വർണ്ണിക്കുകയാണ് ഋഷി ഇവിടെ.
അപ്പോൾ ക്രിയ ചെയ്യുന്ന ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് ധ്യാനിക്കാനായിട്ട് ചില കാര്യങ്ങൾ ഋഷി കൊടുക്കുകയാണ്. അപ്പോൾ അവർ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിത്യം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഈ ധ്യാനത്തെയും മാറ്റിയാൽ ക്രിയയുടെ സൂക്ഷ്മാംശം അവർക്ക് ഗ്രഹിക്കാൻ പറ്റും. അതിലൂടെ അവർക്ക് ഉയർച്ചയുണ്ടാവും. അതിനാണ് ഋഷി ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ പുരുഷനാണ് ഹവിസ്. ഹവിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സമർപ്പണ ദ്രവ്യം എന്നാണ്. പല പ്രകാരത്തിലുള്ള സമർപ്പണ ദ്രവ്യങ്ങൾ ഉണ്ടാവും. അത് പുരുഷൻ തന്നെയാണ്. അത് വിസ്തരിക്കുകയാണ്. വസന്തോ അസ്യാസീദ് ആജ്യം ഗ്രീഷ്മ ഇദ്മഹ ശരദ്ധവിഹി. ഇവിടെ യാഗത്തിൽ ആജ്യമായിട്ട് വർത്തിച്ചത് വസന്ത ഋതുവാണ്. അപ്പൊ ഇത് കോസ്മിക് സ്കെയിലിലാണ് നടക്കുന്നത്, നമ്മുടെ തലത്തിലല്ല. അപ്പൊ നമ്മുടെ തലത്തിൽ നടക്കുന്ന യജ്ഞത്തിന്റെ പ്രക്രിയയെ ആ തലത്തിലേക്ക് തുടക്കകാലത്ത് എങ്ങനെയായിരുന്നുവെന്ന് സങ്കല്പിക്കുകയാണ് ഋഷി ഇവിടെ. അപ്പൊ വസന്ത ഋതു ഇതിന്റെ ആജ്യമായിരുന്നു. യാഗത്തിലെ ആജ്യം നമ്മൾ സമർപ്പിക്കുമല്ലോ, അത് വസന്ത ഋതുവായിരുന്നു. ആജ്യം എന്നാൽ നെയ്യ്. ഗ്രീഷ്മ ഋതുവായിരുന്നു ഇദ്മം. ഇദ്മം എന്നാൽ ഇന്ധനം, വിറക്. വിറക് ഗ്രീഷ്മ ഋതുവായിരുന്നു. ശരത്കാലമായിരുന്നു ഹവി. അപ്പോൾ ഹവിസ് ശരത്കാലമായിരുന്നു. നേരത്തെ പുരുഷനാകുന്ന ഹവിസ് കൊണ്ട് ദേവന്മാര് യജ്ഞം നടത്തി എന്ന് പറഞ്ഞു. ആ പുരുഷനാകുന്ന ഹവിസ് സമർപ്പണത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നു. ആ സമർപ്പണത്തെ വിപുലമാക്കുകയാണ് വസന്ത ഋതു എന്ന് പറയുന്നത്. ആജ്യമായിരുന്നു, ഗ്രീഷ്മം എന്നത് ഇദ്മമായിരുന്നു, ശരത് എന്നത് ഹവിസായിരുന്നു എന്ന് പറയുകയാണ്. തുടർന്നും വർണ്ണനകൾ ഉണ്ട്. അപ്പോൾ യത് പുരുഷേന ഹവിഷ ദേവാ യജ്ഞമതന്വത വസന്തോ അസ്യാസീത് ആജ്യം ഗ്രീഷ്മ ഇദ്മ ശരദ്ധവിഹി. ഇതായിരുന്നു 6ാമത്തെ മന്ത്രം. അടുത്തത് 7ാമത്തെ മന്ത്രമാണ്. സപ്തസ്യാസൻ പരിധയഃ ത്രിസപ്ത സമിധ കൃതാ ദേവായത് യജ്ഞം തന്വാന അബധ്നൻ പുരുഷം പശും. യജ്ഞത്തിന് പരിധികൾ വേണം. പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാഗത്തിന് സൂക്ഷ്മമായ സംരക്ഷണം നൽകാനായിട്ട് നിശ്ചയിക്കുന്ന അതിർത്തിയാണ്. അപ്പൊ ഇവിടെ ഈ യജ്ഞത്തിന് 7 പരിധികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പറയുന്നു 27 ത്രിസപ്തഹ 27 സമിധകള് ഈ യജ്ഞത്തിനുണ്ടായിരുന്നു. സമിത്ത് എന്നാൽ വിറകുകളാണ്. അപ്പൊ 27 വിറകുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അഗ്നി എന്ന അർത്ഥമെടുക്കാം. 27 അഗ്നികൾ ഉണ്ടായിരുന്നു. പക്ഷെ വിറകെന്ന അർത്ഥമാണ് കൂടുതൽ യോജിക്കുന്നത്. അപ്പോൾ 7 പരിധികളും 7ന്റെ 3 മടങ്ങ് സമിത്തുകളും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുകയാണ്, കാലത്തെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ആ കാലത്തെ തന്നെ ഒന്ന് വിസ്തരിക്കുകയാണെന്ന് വേണം ഇവിടെ ഗ്രഹിക്കാൻ. അതായത് ഇപ്പൊ സപ്തം എന്നതിനെ നമുക്ക് ആഴ്ച എന്നെടുക്കാം. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പൊ കാലത്തെ നമ്മൾ ഗണിക്കുമ്പോൾ ഒരാഴ്ചയായിട്ട് എടുത്താൽ ആ ആഴ്ച കാലത്തിന്റെ സ്വരൂപമായിട്ടുള്ള ആ 7 പരിധികളെ നിശ്ചയിച്ചു. കാലത്തിനെ നമ്മൾ 7 ദിവസങ്ങളായിട്ടാണല്ലോ, ഒരാഴ്ചയായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ 7 പരിധികളെ നിശ്ചയിച്ചു. ആ 7നെ 3 മടങ്ങ് ത്രിസപ്ത 21 സമിത്തുകളായിട്ട് ഉപയോഗിച്ചു. അപ്പൊ 7നെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ 3 ഭാവങ്ങൾ, ഭൂതം, വർത്തമാനം, ഭാവി. അപ്പൊ 3നും 7 7. അപ്പൊ കഴിഞ്ഞ ആഴ്ച, ഇപ്പോഴുള്ള ആഴ്ച, അടുത്ത ആഴ്ച എന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറയാണ്. അങ്ങനെ കാലത്തിന്റെ 3 തലങ്ങൾ അതിനെ സമിധകളായിട്ട് ഉപയോഗിച്ചു, സമിത്തായിട്ട് ഉപയോഗിച്ചു. ഇങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കാം. ഇതിനെ പല പ്രകാരത്തിൽ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോൾ 21 എന്നുള്ളതിനെ കാലത്തിന്റെ തന്നെ മറ്റൊരു ഗണനയായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് 12 മാസങ്ങൾ, 12 മാസങ്ങളിൽ പിന്നെ 5 ഋതുക്കൾ, അതായത് 6 ഋതുക്കൾ എടുക്കുന്നില്ല, 5 ഋതുക്കളെ എടുക്കുന്നു. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ 3 ലോകങ്ങൾ, അതായത് ഭൂമി, അന്തരീക്ഷം, ആകാശം എന്ന 3 ലോകങ്ങൾ, അതോടൊപ്പം തന്നെ സൂര്യൻ, ഇങ്ങനത്തെ ക്രമത്തിൽ. അപ്പോൾ 12ഉം 5ഉം 17, 17 സൂര്യനെ കൂട്ടിയാൽ 18, പിന്നെ 3 ലോകങ്ങൾ കൂട്ടിയാൽ 21 എന്ന കണക്കിൽ ചില ആചാര്യന്മാർ വ്യാഖ്യാനിച്ചതായി കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ മറ്റു പല വ്യാഖ്യാനങ്ങളുമുണ്ട്. കാലത്തിന്റെ ക്രമമാണ് സൂചിപ്പിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണം സൂക്ഷ്മമായ തലത്തിലുള്ള അനുഭൂതിയെ സ്ഥൂലവത്കരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തലത്തിലേ ഇത് പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് 7 എന്നുള്ളതിനെ ഇവിടെ 7 ആഴ്ച എന്ന് ഞാൻ എടുക്കുന്നു. എനിക്ക് കൂടുതൽ അനുയോജ്യമായി അത് തോന്നി. അപ്പോൾ 7ന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ ഭൂതം, വർത്തമാനം, ഭാവി എന്ന തലത്തിൽ എടുക്കുന്നു എന്ന് മാത്രം.
എങ്ങനെ വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും കാലത്തെ മുഴുവൻ യജ്ഞത്തിനുള്ള സാധനങ്ങളായിട്ട് ഉപയോഗിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഋതുക്കളെ നേരത്തെ പറഞ്ഞത്, പിന്നെ ഇവിടെ ഇങ്ങനെയും പറയുന്നത്. ഋതുക്കളെ നേരത്തെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ സമിത്തിന്റെ ഭാഗത്തിൽ ഋതുവിനെ വേറെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ കാലത്തെ 3 ഗണിച്ച രീതിയിൽ എടുത്തത്. അങ്ങനെ എടുത്തുകൊണ്ട് ദേവ യദ് യജ്ഞം തൻവാന, ദേവന്മാര് ഏതൊരു യജ്ഞത്തെ ചെയ്തുവോ, അബധ്നൻ പുരുഷം പശും, അതിലെ പുരുഷനെ തന്നെ പശുവായിട്ട് അവർ കൊണ്ടുവന്ന് കെട്ടി. യജ്ഞത്തിൽ ബലി കൊടുക്കാനായിട്ട് പുരുഷനെ തന്നെ പശുവായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഈ യജ്ഞത്തിൽ എല്ലാം പുരുഷൻ തന്നെയാണ്. യജ്ഞം നടത്തുന്ന സ്ഥലം പുരുഷനാണ്, യജ്ഞത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ പുരുഷനാണ്, യജ്ഞം നടത്തുന്നവൻ പുരുഷനാണ്, അവിടെ ബലി കൊടുക്കുന്ന പശുവും പുരുഷനാണ്, ആ യജ്ഞം സ്വീകരിക്കുന്നവനും പുരുഷനാണ്. നേരത്തെ പറഞ്ഞ ബ്രഹ്മാർപ്പണം ഓർക്കുക, ആ ഭാവത്തിലാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ ഒരു ബോധത്തിലേക്ക് ഉയർത്താനാണ് ഋഷി ശ്രമിക്കുന്നത്. സപ്താസ്യാസൻ പരിധയഃ ത്രിസപ്തസമിധ കൃതാഃ ദേവാ യജ്ഞം തൻവാന അബധ്നൻ പുരുഷം പശും. ഇതായിരുന്നു 7ാമത്തെ മന്ത്രം. അടുത്തത് 8ാമത്തെ മന്ത്രമാണ്. തം യജ്ഞം ബർഹിഷി പ്രൗക്ഷൻ പുരുഷം ജാതമഗ്രതഃ തേന ദേവാ അയജന്ത സാധ്യ ഋഷയശ്ചയേ. ആ പുരുഷനെ ആദ്യം ജനിച്ചിട്ടുള്ള, പുരുഷം ജാതം അഗ്രതഃ, ആദ്യം ജനിച്ചിട്ടുള്ള ആ പുരുഷനെ, അതായത് നിത്യം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കമോ ഒടുക്കമോ ഇല്ല, ആ ഭാവമാണ് പ്രപഞ്ചത്തിനുള്ളത്. പക്ഷെ അതിലെ ഒരു പോയിന്റിനെ ഇതിന്റെ തുടക്കമായിട്ടെടുത്താൽ അവിടെ ഉള്ളതെല്ലാം പുരുഷൻ തന്നെയാണ്. അപ്പൊ ആ ഭാവത്തിൽ പ്രകടമായിട്ടുള്ള, നമ്മൾ അതിന്റെ ക്രമം കണ്ടു, വിരാട്ട്, അതിപുരുഷൻ എന്ന ക്രമം കണ്ടു. അപ്പൊ അവിടെയുള്ള ആ പുരുഷനെ ബർഹിഷി, ബർഹിസ് എന്ന് പറഞ്ഞാൽ കുശപ്പുല്ലാണ്. യാഗം നടത്തുമ്പോൾ ആ സ്ഥലത്ത് പവിത്രീകരിക്കാനായിട്ട് കുശപ്പുല്ല് വിരിച്ചിട്ടാണ് നടത്തുക. അപ്പൊ ആ കുശപ്പുല്ലിൽ പുരുഷനെ തന്നെ പ്രൗക്ഷൻ ബലി കൊടുത്തു. ആ യജ്ഞത്തിൽ ആരാണ് ബലി കൊടുത്തത്? ദേവന്മാര്, സാധ്യന്മാര്, ഋഷികള്, ഓരോ ഗണങ്ങളാണ്. ഇവര് ഒരു യജ്ഞം നടത്തി ആദ്യകാലത്ത്. ആ യജ്ഞത്തിൽ പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ദേവന്മാര്, സാധ്യന്മാര്, ഋഷികൾ എന്നൊക്കെ പറയുന്നതും വാസ്തവത്തിൽ പുരുഷൻ തന്നെയാണ്. കാരണം അന്യമായിട്ട് മറ്റാരും അവിടെ ഇല്ല. അപ്പൊ പുരുഷൻ തന്നെ പുരുഷനെ ബലി കൊടുത്തു ആ യജ്ഞത്തിൽ. ഈ ഒരു ഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തം യജ്ഞം ബർഹിഷി പ്രൗക്ഷൻ പുരുഷം ജാതമഗ്രതഃ തേന ദേവാ അയജന്ത സാധ്യ ഋഷയശ്ചയേ. അങ്ങനെ ദേവന്മാരും ഋഷികളും സാധ്യന്മാരും യജ്ഞത്തെ ചെയ്തു. ഇതാണ് 8ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. അടുത്തത് 9ാമത്തെ മന്ത്രമാണ്. തസ്മാത് യജ്ഞാത് സർവഹുതഃ സംഭൃതം പൃഷദാജ്യം പശൂംസ്താംശ്ചക്രേ വായവ്യാൻ ആരണ്യാൻ ഗ്രാമ്യാശ്ചയേ. ദേവന്മാരും സാധ്യന്മാരും ഋഷികളും ഒക്കെ കൂടി, ആ ഗണങ്ങളെല്ലാം കൂടി യജ്ഞം നടത്തി. പുരുഷൻ മാത്രമാണ് അവിടെ ഉള്ളത്. പുരുഷൻ പുരുഷനെ തന്നെ ഹോമിച്ചുകൊണ്ട് പുരുഷന്റെ പ്രീതി നേടി എന്ന് വേണം ഗ്രഹിക്കാൻ. ബ്രഹ്മാർപ്പണം ഓർക്കുക. അങ്ങനെ യജ്ഞം നടത്തിയാൽ യജ്ഞപ്രസാദം ലഭിക്കും. ഇപ്പൊ സാധാരണ നമ്മൾ എന്തെങ്കിലും ഹോമിച്ചാൽ ശേഷിക്കുന്നത് പ്രസാദമായിട്ട് സ്വീകരിക്കും. അപ്പൊ അതുപോലെ ഈ യജ്ഞത്തിലും പ്രസാദം കിട്ടി. എങ്ങനെയുള്ള യജ്ഞമാണ്? സർവഹുതഃ, എല്ലാം ഹോമിക്കുന്ന യജ്ഞമാണ്. എല്ലാം ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നേ ഉള്ളൂ, പുരുഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പുരുഷൻ മാത്രമേ ഉള്ളുവെങ്കിൽ ഹോമിക്കപ്പെടുന്നത് അത് തന്നെയാണ്. അപ്പൊ അതെല്ലാമാണ്. അതുകൊണ്ട് സർവഹുതഃ. അപ്പൊ ഈ ബോധം വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഋഷി. ഒന്നേ ഉള്ളൂ, ആ ഒന്നിനെ ഹോമിച്ചു. ആര്? ആ ഒന്ന് തന്നെ. ആർക്ക്? ആ ഒന്നിന് തന്നെ. ഇതാണ് ഭാവം. അപ്പോൾ തസ്മാത് യജ്ഞാത് സർവഹുതഃ, ആ സർവഹുതമായ യജ്ഞത്തിൽ നിന്നും സംഭൃതം പൃഷദാജ്യം, പൃഷദാജ്യത്തെ സമ്പാദിച്ചു, നേടിയെടുത്തു. പൃഷദാജ്യം എന്ന് പറഞ്ഞാൽ തൈര് ചേർത്ത നെയ്യ്. അപ്പോൾ യജ്ഞപ്രസാദമായിട്ട് കിട്ടി. എന്താണ് ഈ പൃഷദാജ്യം? അത് തുടർന്ന് പറയുകയാണ്. അപ്പൊ പറയുന്നു, പശൂംസ്താംശ്ചക്രേ വായവ്യാൻ ആരണ്യാൻ ഗ്രാമ്യാശ്ചയേ. ആ പൃഷദാജ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെയും അടുത്തുള്ള മന്ത്രങ്ങളിലും പറയാണ്. അപ്പൊ ഇവിടെ പറയുന്നു, പ്രസാദമായിട്ട് ആ യജ്ഞത്തിൽ നിന്നും പശുക്കളെ കിട്ടി. പശുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മൃഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പശുക്കളെ കിട്ടി. എങ്ങനത്തെയുള്ള പശുക്കളെ? വായവ്യാൻ ആരണ്യാൻ ഗ്രാമ്യാൻ. വായുവിലൂടെ സഞ്ചരിക്കുന്ന പശുക്കൾ, അതായത് പക്ഷികൾ. അതുപോലെ കാട്ടിലൂടെ, ആരണ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പശുക്കൾ.
അതുപോലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന പശുക്കൾ. ഇങ്ങനെ 3 പ്രകാരത്തിലുള്ള മൃഗങ്ങളെ ആ യജ്ഞത്തിൽ നിന്നും യജ്ഞപ്രസാദമായിട്ട് കിട്ടി. പുരുഷൻ മാത്രമേ ഉള്ളൂ. അവിടെ പുരുഷൻ പുരുഷനെ തന്നെ ഹോമിച്ചപ്പോൾ അവിടെ ഇത് യജ്ഞപ്രസാദമായിട്ട് വന്നു. അതായത് ഒന്നിൽ നിന്നും പലതുണ്ടാകുന്ന ക്രമം വർണ്ണിക്കുകയാണ് കാവ്യാത്മകമായിട്ട്. ഒന്നേ ഉള്ളൂ, അതിൽ നമ്മൾ പലതിനെ കാണുകയാണ്. അപ്പൊ ആ പലതുണ്ടാകുന്ന പ്രോസസ്സ് വർണ്ണിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ആദ്യം പൃഷദാജ്യമായിട്ട് നമുക്ക് പശുക്കളെ 3 പ്രകാരത്തിലുള്ള മൃഗങ്ങളെ കിട്ടി എന്ന് ഈ 9ാമത്തെ മന്ത്രത്തിൽ പറയുന്നു. തുടർന്നും പലതും പറയുന്നുണ്ട്. ഈ പൃഷദാജ്യത്തിന്റെ വർണ്ണനയായിട്ട് പലതും കിട്ടിയെന്ന് പറയുന്നുണ്ട്. തസ്മാദ് യജ്ഞാത് സർവഹുതഃ സംഭൃതം പൃഷദാജ്യം പശൂംസ്താംശ്ചക്രേ വായവ്യാൻ ആരണ്യാൻ ഗ്രാമ്യാശ്ചയേ. ഇതായിരുന്നു 9ാമത്തെ മന്ത്രം. അടുത്തത് 10ാമത്തെ മന്ത്രമാണ്. തസ്മാദ് യജ്ഞാത് സർവഹുതഃ ഋചഃ സാമാനി ജഗ്നിരേ ഛന്ദാംസി ജഗ്നിരേ തസ്മാത് യജുസ്തസ്മാദജായത. അതേ യജ്ഞത്തിൽ നിന്നും പൃഷദാജ്യമായിട്ട് പ്രസാദമായിട്ട് കിട്ടുകയാണ്. ഋചഃ സാമാനി ജഗ്നിരേ, ഋക്കുകളും സാമങ്ങളും ഉണ്ടായി. ആ സർവഹുതമായ യജ്ഞത്തിൽ നിന്നും ആദ്യം 3 പ്രകാരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് പറയുന്നു ഋക്കുകൾ ഉണ്ടായി, സാമങ്ങൾ ഉണ്ടായി. ഛന്ദാംസി ജഗ്നിരേ തസ്മാത്, ഛന്ദസ്സുകൾ ഉണ്ടായി. വേദിക് മീറ്റേഴ്സ് ആണ് ഛന്ദസ്സുകൾ. ഛന്ദസ്സുകൾ അതിൽ നിന്നും ഉണ്ടായി. യജുസ് തസ്മാദജായത, യജസ്സുകളും അതിൽ നിന്നുണ്ടായി. അതായത് വേദങ്ങൾ അതിൽ നിന്നും ആവിർഭവിച്ചു. എല്ലാ പ്രകാരത്തിലുള്ള അറിവുകളും നമുക്കിവിടെ എടുക്കാം, അല്ലെങ്കിൽ വേദങ്ങൾ എന്ന അർത്ഥവും എടുക്കാം. അത് അതിൽ നിന്നും ഉണ്ടായി. അപ്പൊ മൃഗങ്ങൾ ഉണ്ടായി, വേദങ്ങൾ ഉണ്ടായി. തസ്മാദ് യജ്ഞാത് സർവഹുതഃ ഋചഃ സാമാനി ജഗ്നിരേ ഛന്ദാംസി ജഗ്നിരേ തസ്മാത് യജുസ്തസ്മാദജായത. ഇതായിരുന്നു 10ാമത്തെ മന്ത്രം. തുടർന്ന് 11ാമത്തെ മന്ത്രത്തിൽ തസ്മാത് അശ്വ അജായന്ത യേ കേചോഭയാദതഃ ഗാവോ ഹജഗ്നിരേ തസ്മാത് തസ്മാത് ജാത അജാവയഃ. തുടർന്ന് പറയുകയാണ് തസ്മാത് അശ്വ അജായന്ത, അതിൽ നിന്നും അശ്വങ്ങൾ ഉണ്ടായി. യേ കേച ഉഭയാദത, അതുപോലെ തന്നെ ഉഭയാദതങ്ങളായിട്ടുള്ള മറ്റ് പ്രാണികളും ഉണ്ടായി. ഉഭയാദതം എന്ന് പറഞ്ഞാൽ 2 വരിയിൽ പല്ലുകൾ ഉള്ളത്, അതായത് മുകളിലും താഴെയും പല്ലുകളുള്ള ജീവികളാണ്. അങ്ങനത്തെ പല ജീവികളും ഉണ്ടായി. അശ്വങ്ങൾ ഉണ്ടായി. ഗാവോഹ ജഗ്നിരേ തസ്മാത്, ഗാവം അതായത് പശുക്കൾ അതിൽ നിന്നും ഉണ്ടായി. തസ്മാത് ജാത അജാവയ, ആട് തുടങ്ങിയിട്ടുള്ള ജീവികളും അതിൽ നിന്നുണ്ടായി. ഇതൊക്കെ പല്ല് 2 തരത്തിലും ഉള്ളവരാണ്. അപ്പൊ അവരുടെ ഒരു വർണ്ണനയായിട്ട് എടുത്താൽ മതി. അങ്ങനത്തെ ഒരുപാട് ജീവികൾ അതിൽ നിന്നും ഉണ്ടായി, ആ യജ്ഞത്തിൽ നിന്നും ജനിച്ചു. തസ്മാദശ്വ അജായന്ത യേ കേചോഭയാദതഃ ഗാവോഹ ജഗ്നിരേ തസ്മാത് തസ്മാത് ജാത അജാവയഃ. ഇതായിരുന്നു 11ാമത്തെ മന്ത്രം. അടുത്തത് 12ാമത്തെ മന്ത്രമാണ്. യത് പുരുഷം യദതു കതിധാവ്യ കൽപ്പയൻ മുഖം കിമസ്യ കൗബാഹു കാവൂരു പാദാവുച്യതേ. ഇപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞു. പുരുഷനാവുമ്പോൾ അംഗങ്ങളൊക്കെ ഉണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ കൽപ്പിക്കുക. അപ്പൊ ആ പുരുഷന്റെ ഓരോ ഭാഗത്തിൽ നിന്നും സവിശേഷമായി എന്തെല്ലാം ഉണ്ടായി എന്ന് ആകാംക്ഷയുണ്ടാവാം. ആ ആകാംക്ഷയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഋഷി പറയുകയാണ്. അപ്പൊ ഋഷി പറയുന്നു എന്തെല്ലാം ഉണ്ടായി എന്ന് ഞാൻ പറയാം. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. യത് പുരുഷം വ്യദതുഹു കതിദാവ്യ കൽപ്പയൻ, ആ പുരുഷനെ ധരിച്ചുവല്ലോ. അതായത് ഈ പല ഭാവത്തിലുള്ള ഇത് അതിൽ നിന്നും ഉണ്ടാവുകയാണ്. ഏകമായ പുരുഷനെ യാഗം നടത്തിക്കൊണ്ട് പലതിനെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ കതിധാവ്യ കൽപ്പയൻ, ആ പുരുഷന്റെ ഓരോ അംഗങ്ങളും എന്തെന്തായിട്ട് പരിണമിച്ചു, അതിൽ നിന്നും എന്ത് ജനിച്ചു എന്ന് ചിന്തിക്കുകയാണ് ഋഷി. ചോദ്യം ചോദിക്കുകയാണ്. സാധകന്റെ മനസ്സിലുള്ള ചോദ്യത്തെ ഋഷി സ്വയം ചോദിക്കുകയാണ്. മുഖം കിമസ്യ, ഇതിന്റെ മുഖം എന്തായിരുന്നു, അഥവാ മുഖത്തിൽ നിന്നും എന്ത് ജനിച്ചു. കൗ ബാഹു, ബാഹുവിൽ നിന്നും എന്തുണ്ടായി. കാ ഊരു, ഊരുവിൽ നിന്ന് എന്തുണ്ടായി. പാദങ്ങളിൽ നിന്നുണ്ടായി. ഉച്ഛേതേ, അത് ഇനി പറയാം. അടുത്ത മന്ത്രത്തിൽ അത് വിസ്തരിച്ച് അവിടുന്ന് അങ്ങോട്ട് അത് വിസ്തരിച്ച് പറയാമെന്ന് ഋഷി പറയുകയാണ്. സ്ഥൂലമായ തലത്തിൽ കാര്യം പറയുകയാണ്. അതിസൂക്ഷ്മ തത്വത്തെയാണ് ഒന്നേ ഉള്ളൂ എന്ന് ഊട്ടി ഉറപ്പിക്കാനാണ് ഋഷി ശ്രമിക്കുന്നത്. അദ്വൈത ബോധമാണ് ലക്ഷ്യം. പക്ഷെ അദ്വൈതത്തിലേക്ക് ദ്വൈതത്തിലൂടെ കൊണ്ടുവരികയാണ്. അപ്പൊ ഭേദബുദ്ധിയിൽ നിൽക്കുന്ന സാധകന് ഭേദമുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അംഗങ്ങൾ പറയുന്നത്, പല പ്രകാരത്തിലുള്ള ജീവങ്ങളെ പറയുന്നത്, ഇനി പല കാര്യങ്ങൾ വേറെയും പറയും. അപ്പൊ ഇതൊക്കെ അതുകൊണ്ട് പറയുകയാണ്. ലക്ഷ്യം അദ്വൈത ബോധമാണ്, ശുദ്ധമായ തത്വമാണ്. ഇത് മനസ്സിലാക്കി ധ്യാനാത്മകമായിട്ട് വേണം മന്ത്രങ്ങളെ ഗ്രഹിക്കാൻ.
യത് പുരുഷം യതദുഹു കതിധാ വ്യകൽപയൻ മുഖം കിമസ്യ കൗ ബാഹു കാവൂരു പാദാവുച്യേതേ. ഇതായിരുന്നു 12ാമത്തെ മന്ത്രം. അടുത്തത് 13ാമത്തെ മന്ത്രമാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യഃ കൃതഃ ഊരു തദസ്യ യദ് വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. ഓരോ അംഗത്തിൽ നിന്ന് എന്തുണ്ടായി എന്ന് ഒരു സാധകൻ ചിന്തിക്കും. അപ്പൊ അവന് മറുപടി കൊടുക്കുകയാണ്. ആ പുരുഷന്റെ മുഖത്തിൽ നിന്നും ബ്രാഹ്മണൻ ഉണ്ടായി, കൈകളിൽ നിന്നും ക്ഷത്രിയൻ ഉണ്ടായി, ഊരുക്കളിൽ അതായത് തുടകളിൽ നിന്നും വൈശ്യൻ ഉണ്ടായി, കാലുകളിൽ നിന്നും ശൂദ്രൻ ഉണ്ടായി. ഇവിടെ 4 വർണ്ണങ്ങളെ സൂചിപ്പിച്ചു. 4 വർണ്ണങ്ങൾ ഈ വൈദിക കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. വർണ്ണങ്ങൾ ഗുണകർമ്മ വിഭാഗശമാണ്. ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പറയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സിൽ സഹജമായുള്ള വാസനയെ 4ആയിട്ട് തരം തിരിച്ചാൽ 4 വർണ്ണങ്ങൾ കിട്ടും. ഇന്നത്തെ ജാതി വ്യവസ്ഥയുമായിട്ട് ഇതിനെ കൂട്ടിക്കലർത്തരുത്. വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ മനസ്സിനെ നിരീക്ഷിച്ച ഋഷീശ്വരന്മാര് ആ മനസ്സിനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചത് മാത്രമാണ്. ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷനാണ് അവരുടെ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് വർണ്ണവ്യവസ്ഥ. അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിനെ സൂക്ഷ്മമായി നോക്കിയാൽ ചില ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള സുഖം മാത്രം മതി. ഊണ്, ഉറക്കം, മൈഥുനം തുടങ്ങിയതിൽ മാത്രം അവർക്ക് അഭിരുചിയുണ്ട്. അങ്ങനെയെങ്കിലും നിലനിന്ന് പോയാൽ മതി, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ സന്തുഷ്ടരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ, അത്തരം ആൾക്കാരെയാണ് ശൂദ്രന്മാരെന്ന് വിളിക്കുന്നത്. ഇത് തന്നെ ഒന്നുകൂടി കൂടുതലായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങിയ, അതായത് ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ആർഭാടപൂർവമായിട്ട് വേണം. ഉറങ്ങണം എന്ന് പറഞ്ഞാൽ വലിയ കിടക്ക വേണം, നല്ല മെത്ത വേണം, അങ്ങനത്തെ ഒക്കെ സങ്കല്പമുള്ള ആൾക്കാർ. വീടെന്ന് പറഞ്ഞാൽ വെറുതെ താമസിക്കാൻ ഒരിടം പോരാ, വലിയ വീട് വേണം. ഇങ്ങനെ എല്ലാത്തിലും ആർഭാടത്തെ ഇച്ഛിക്കുന്നവര്, അവരെയാണ് വൈശ്യരെന്ന് വിളിക്കുന്നത്. ഇത് മാത്രം പോരാ, ഇപ്പൊ ഇതൊക്കെ വേണം, നല്ല ആർഭാടം ഇതൊക്കെ വേണം, പക്ഷെ ഇത് മാത്രം പോരാ. സമൂഹത്തിൽ സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, താൻ പറയുന്നത് ആൾക്കാർ കേൾക്കണമെന്ന് വിചാരിക്കുന്നവർ, അങ്ങനത്തെ ഭാവത്തിൽ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ ക്ഷത്രിയരെന്ന് വിളിക്കുന്നു. ഇതൊന്നുമല്ല ജീവിതത്തിന്റെ ലക്ഷ്യം, ആത്മസാക്ഷാത്കാരമാണെന്ന് പറഞ്ഞ് ആത്മോന്മുഖമായി അതിന് സാധന ചെയ്യുന്ന ആൾക്കാരെയും കാണാം. അവരെ ബ്രാഹ്മണരെന്ന് വിളിക്കുന്നു. ഇങ്ങനെ 4 വർണ്ണങ്ങൾ മനുഷ്യന്റെ ടെൻഡൻസികളെ 4ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 4ആയിട്ടുള്ള തലത്തിൽ ഇപ്പൊ ഇതിലെ ബ്രാഹ്മണരെന്ന് പറഞ്ഞവരിൽ സാധനകൾ മാത്രമല്ല, സൂക്ഷ്മമായ വിഷയങ്ങൾ പഠിക്കുന്നവരെയും എല്ലാവരെയും ആ വർണ്ണത്തിന്റെ ഭാഗമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചിന്താശീലമുള്ളവർ, അന്തർമുഖരായവരെയൊക്കെ നമുക്ക് ആ കാറ്റഗറിയിൽ പെടുത്താം. അപ്പൊ ഇങ്ങനെ 4 പ്രകാരത്തിലുള്ള ആൾക്കാർ. അപ്പൊ ഈ 4 പ്രകാരത്തിലുള്ള ആൾക്കാർ ഇപ്പൊ ശൂദ്രന്മാരെ എടുത്തു നോക്കിയാൽ അവർക്ക് വലിയ വിചാരങ്ങളൊന്നുമില്ല, വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. മനസ്സിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം നേടിയെടുത്താൽ അവർ സന്തുഷ്ടരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കലാണ് എളുപ്പം. അപ്പൊ അവർ പൊതുവെ സേവാ മേഖലയിലാണ് പ്രവർത്തിക്കുക, സർവീസിലാണ് അവരുണ്ടാവുക. ആരെങ്കിലും പറയുന്നത് കേട്ട്, അപ്പൊ അവരുടെ സ്വന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ആൾക്കാർ പറയുന്നത് പ്രവർത്തിക്കും, അതിന്റെ ശമ്പളം വാങ്ങിക്കും, അവരവരുടെ കാര്യം നോക്കിയിരിക്കും. അങ്ങനത്തെ തലത്തിലുള്ള ആൾക്കാരെ ശൂദ്രന്മാരെന്ന് വിളിക്കും. അവരാണ് ഭൂരിഭാഗം ആൾക്കാരും. സ്വന്തമായിട്ട് വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ ബലത്തിലാണ് സമൂഹം സത്യം പറഞ്ഞാൽ നിലനിൽക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് അവരെ സമൂഹത്തിന്റെ അടിത്തറയായിട്ട് പറയാം. അതുകൊണ്ട് വിരാട് പുരുഷന്റെ, അതായത് ഈ പുരുഷന്റെ പാദത്തിൽ നിന്നും ശൂദ്രന്മാരുണ്ടായി എന്ന് പറയുന്നു. ഫൗണ്ടേഷനാണ്. സമൂഹം നിലനിൽക്കുന്നത് ഇത്തരം ആൾക്കാർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ശൂദ്രന്മാർ കാലിൽ നിന്നുണ്ടായി. അതുപോലെ തന്നെ ഫൗണ്ടേഷനാണ് ധനം. അപ്പൊ നല്ലോണം ധനം സമ്പാദിക്കാനും ക്രയവിക്രയം നടത്തുന്ന ആൾക്കാരും സമൂഹത്തിന് ആവശ്യമാണ്. അപ്പൊ അവര് തുടയിൽ നിന്നുണ്ടായി. തുടയും സപ്പോർട്ടാണല്ലോ. അപ്പൊ തുടയിൽ നിന്ന് അവരുണ്ടായി. വൈശ്യന്മാര് തുടയിൽ നിന്നുണ്ടായി. ക്ഷത്രിയന്മാര് അധികാര സ്ഥാനങ്ങളിൽ വരുന്നവർ, സംരക്ഷണം നൽകുന്നവർ അവരാണ്. അതുകൊണ്ട് അവർ ബാഹുക്കളിൽ നിന്നും ഉണ്ടായി. കാര്യശേഷിയെ സൂചിപ്പിക്കുന്നു, അതിൽ നിന്നും അവരുണ്ടായി. ബ്രാഹ്മണര് മുഖത്തിൽ നിന്നുണ്ടായി. കാരണം ചിന്തിക്കുന്നവരാണ്, വിചാരം ചെയ്യുന്നവരാണ്, അതുകൊണ്ട് മുഖത്തിൽ നിന്നുണ്ടായി. ഇങ്ങനെ 4 വർണ്ണങ്ങൾ 4 അംഗങ്ങളിൽ നിന്നുണ്ടായി എന്നിവിടെ പറയുന്നു. ഇതൊക്കെ സൂക്ഷ്മമായ തലത്തിലാണ്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. അത് പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതഃ ഊരു തദസ്യ യദ് വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. ഇതാണ് 13ാമത്തെ മന്ത്രം. അടുത്തത് 14ാമത്തെ മന്ത്രമാണ്. അവിടെ പറയുന്നു ചന്ദ്രമാ മനസോ ജാതഃ
ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാദ്വായുരജായത. ആ വിരാട് പുരുഷന്റെ മനസ്സിൽ നിന്നും ചന്ദ്രമാവ് ജനിച്ചു. അതായത് ചന്ദ്രൻ ജനിച്ചു. നമ്മൾ കാണുന്ന ചന്ദ്രൻ ആ വിരാട് പുരുഷന്റെ മനസ്സിൽ നിന്നുണ്ടായതാണ്. ചക്ഷോ കണ്ണിൽ നിന്നും സൂര്യൻ ജനിച്ചു. ഇപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണ്. നമുക്ക് ലോകം കാണാൻ സഹായിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ കണ്ണായി സങ്കല്പിച്ചുകൊണ്ട് ആ കണ്ണിൽ നിന്നും വന്നതാണ്. പിന്നെ ആഹ്ലാദിപ്പിക്കുന്ന സ്വഭാവം ചന്ദ്രനുണ്ട്. മനസ്സുമായിട്ടാണ് അതിന്റെ ബന്ധം. അതുകൊണ്ട് മനസ്സിൽ നിന്നുണ്ടായി. ഇങ്ങനെ സൂക്ഷ്മതലത്തിലാണ് ധരിക്കേണ്ടത്. ആ വിരാട് പുരുഷന്റെ മുഖത്തിൽ നിന്നും വായയിൽ നിന്നും ഇന്ദ്രശ്ച അഗ്നിശ്ച, ഇന്ദ്രനും അഗ്നിയും ഉണ്ടായി. ദേവന്മാരുടെ രാജാവ് ഇന്ദ്രൻ, അതുപോലെ അഗ്നി എന്നാൽ അഗ്നിദേവൻ തന്നെ. സൂക്ഷ്മമായിട്ട് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ വാക്കിന്റെ ദേവതയായിട്ട് നമുക്ക് അഗ്നിയെ പറയാം. അപ്പോൾ വാക്കുണ്ടായി എന്നും, അതുപോലെ രസനത്തെ, കാരണം മഴ പെയ്യിക്കുന്നവനാണല്ലോ, പർജന്യദേവനാണല്ലോ ഇന്ദ്രൻ. അപ്പൊ രസനത്തിന്റെ സൂചിപ്പിക്കാനായിട്ട് ഇന്ദ്രൻ എന്ന് പറഞ്ഞു എന്നെടുക്കാം. അതുകൊണ്ട് വായയിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കാം. പ്രാണാത് വായുരജായത, പ്രാണനിൽ നിന്നും വായു ജനിച്ചു. വിരാട് പുരുഷന്റെ പ്രാണനിൽ നിന്നും വായു. അപ്പോൾ നമ്മൾ ഈ വായുവിനെ കാണുമ്പോൾ ഇതാ പുരുഷന്റെ പ്രാണനാണ്. ചന്ദ്രനെ കാണുമ്പോൾ ആ പുരുഷന്റെ മനസ്സാണ്. അതുപോലെ സൂര്യനെ കാണുമ്പോൾ ആ പുരുഷന്റെ കണ്ണാണ്. ഈ രീതിയിൽ ഇവിടെ വർണ്ണങ്ങളെ, വ്യവസ്ഥകളെ കാണുമ്പോൾ ആ പുരുഷന്റെ ഓരോ അംഗങ്ങളാണ്. അതുപോലെ പശുക്കളെ തുടങ്ങിയതൊക്കെ കാണുമ്പോൾ ആ പുരുഷനിൽ നിന്നുണ്ടായതാണ്. ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ആ എല്ലാത്തിലും ഏകത്വത്തെ കാണാൻ ദർശിപ്പിക്കുകയാണ് ഇവിടെ മഹർഷി ചെയ്യുന്നത്. ഇപ്പൊ ചന്ദ്രമാ മനസോജാത ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാദ്വായുരജായത. ഇതായിരുന്നു 14ാമത്തെ മന്ത്രം. അടുത്തത് 15ാമത്തെ മന്ത്രമാണ്. നാഭ്യ ആസീദന്തരീക്ഷം ശീർഷ്ണോദ്യൗ സമവർത്തത പദ്ഭ്യാം ഭൂമിർദിശ്രോത്രാത് തഥാ ലോകാം അകൽപയൻ. ഇനി 3 ലോകങ്ങളെയും പറയാണ്. 3 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി, അതുപോലെ സ്വർഗം, അതായത് ഉയർന്ന ലോകം, അതിന് നടുവിൽ വരുന്ന അന്തരീക്ഷം. ഇങ്ങനെ 3 തലത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണും. അപ്പോൾ മുകളിലുള്ള ലോകം നമ്മുടെ ലോകം, ഇടയിലുള്ള അന്തരീക്ഷം, ഇത് 3ഉം ആ പുരുഷനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പറയുന്നു ആ പുരുഷന്റെ നാഭിയിൽ നിന്നും അന്തരീക്ഷം ഉണ്ടായി, ഇടയിലുള്ള തലം. അപ്പൊ അന്തരീക്ഷം ആ പുരുഷന്റെ നാഭിയിൽ, കാരണം നാഭിയിൽ ചുഴി ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടെന്ന് സൂചിപ്പിക്കാനാണ് അവിടെ ആ പ്രയോഗം. ശീർഷ്ണോ ദ്യൗ സമവർത്തത, ദ്യുലോകം അതായത് ദേവലോകം ആ പുരുഷന്റെ ശിരസിൽ നിന്നും ഉണ്ടായി, മുകളിലുള്ള ലോകം. ആ പുരുഷന്റെ കാലിൽ നിന്നും പദ്ഭ്യാം ഭൂമിയുണ്ടായി. ഇപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ലോകം ആ പുരുഷന്റെ കാലിൽ നിന്നും ഉണ്ടായി. അതേ കാലിൽ നിന്നാണ് ശൂദ്രന്മാർ വന്നുവെന്നും പറയുന്നത്. ദിശഃ ശ്രോത്രാത്, ആ പുരുഷന്റെ ചെവിയിൽ നിന്നും ദിക്കുകൾ ഉണ്ടായി. നമ്മൾ കേൾക്കുന്നത്, ശബ്ദം കേൾക്കുന്നത് ദിക്കുകൾ പല സ്ഥലത്തു നിന്നാണല്ലോ, അതുകൊണ്ടാണ് ചെവിയിൽ നിന്നും ദിക്കുണ്ടായി എന്ന് പറയുന്നത്. തഥാ ലോക കൽപ്പയൻ, അങ്ങനെ ലോകങ്ങളെ കൽപ്പിച്ചു, സൃഷ്ടിച്ചു. അപ്പൊ പുരുഷനിൽ നിന്നാണ് ഈ 3 ലോകങ്ങളും ഉണ്ടായത്. ഈ പറഞ്ഞതെല്ലാം ഉണ്ടായതെന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇതായിരുന്നു 15ാമത്തെ മന്ത്രം. നാഭ്യ ആസീദന്തരീക്ഷം ശീർഷ്ണോദ്യൗ സമവർത്തത പദ്ഭ്യാം ഭൂമിർദിശ്രോത്രാത് തഥാ ലോക അകൽപയൻ, തഥാ ലോകാം അകൽപയൻ. ഇതായിരുന്നു 15ാമത്തെ മന്ത്രം. അടുത്തത് 16ാമത്തെ മന്ത്രമാണ്. അപ്പോൾ ഇവിടെ ഈ പുരുഷന്റെ ഇത്രയും നേരത്തെ വർണ്ണനയ്ക്ക് ശേഷം ഇനി ആ പുരുഷനെ താൻ മനസ്സിലാക്കി എന്ന് ഋഷി പറയുകയാണ് 16ാമത്തെ മന്ത്രത്തിൽ. വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസസ്തു പാരേ സർവാണി രൂപാനി വിചിത്യ ധീരഃ നാമാനി കൃത്വാ അഭിവദൻ യദാസ്തേ. തൻ്റെ ദർശനത്തെ വ്യക്തമാക്കാനാണ് ഋഷി ശ്രമിക്കുന്നത്. ആ ദർശനം അദ്ദേഹത്തിന് പൂർണ്ണതയിലുണ്ട്. പക്ഷെ ആ ദർശനത്തെ നമ്മുടെ തലത്തിലേക്ക് കൊണ്ടുവന്ന് വാക്കിന്റെ ലോകത്തിലിട്ട് പതുക്കെ പതുക്കെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഋഷി പറയാണ്, ഞാൻ വേദ അഹം ഏതം പുരുഷം മഹാന്തം, ഈ മഹാനായ പുരുഷനെ ഞാൻ അറിയുന്നു. എങ്ങനെയുള്ള പുരുഷനാണ്? ആദിത്യവർണം, ആദിത്യന്റെ വർണ്ണത്തോടു കൂടിയവനാണ്. അതായത് സ്വയം പ്രകാശ സ്വരൂപനാണ്. അദ്ദേഹത്തെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. സ്വയം ശോഭിച്ചിരിക്കുന്നവൻ.
തമസസ്തു പാരേ, തമസിന്റെ അപ്പുറമാണ്. ആദിത്യവർണ്ണനാണ്, കാരണം പ്രകാശസ്വരൂപനാണ്. അപ്പൊ ഇരുട്ടിന്റെ അപ്പുറമാണ്, കാരണം പ്രകാശമുള്ളിടത്ത് ഇരുട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വരൂപം തന്നെ പ്രകാശമാണെങ്കിൽ അപ്പൊ ഇരുട്ടില്ല. അപ്പൊ ഇരുട്ടിനതീതമായി നിൽക്കുന്ന സ്വയം പ്രകാശിതമായിട്ടുള്ള വസ്തുവാണ്, മഹത്താണ്, മഹാന്തം. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന പരിമിതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെയാണ്. അതിനെയും അതിക്രമിച്ച് നിൽക്കുന്നവനാണ്. ആ പുരുഷനെ ഞാൻ അറിയുന്നു. സർവാണി രൂപാണി വിചിത്യ ധീരഃ, ബോധസ്വരൂപനായ അവൻ സർവാണി രൂപാണി, എല്ലാ രൂപങ്ങളെയും അറിഞ്ഞിട്ട്, അതായത് ഇങ്ങനെ പല പ്രകാരത്തെ സ്വീകരിച്ച് അതിനെ മുഴുവൻ അറിഞ്ഞുകൊണ്ട്, ധി എന്നാൽ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ബുദ്ധിയെ സ്വീകരിച്ചിട്ട്, കാരണം അവനാണ് പലതായിട്ടുള്ളത്, അങ്ങനെ പലതായി ആ പലതിനെയും അറിഞ്ഞിട്ട്, നാമാനി കൃത്വ, അതിന് നാമങ്ങളെ കൽപ്പിച്ചുകൊണ്ട്, പല രൂപങ്ങളെ കാണുമ്പോൾ അതിന് നാമങ്ങൾ കൽപ്പിക്കണമല്ലോ ഭേദമുണ്ടാക്കാൻ. അപ്പോൾ ആ നാമങ്ങളെ കൽപ്പിച്ചുകൊണ്ട് അഭിവദൻ യദ് ആസ്തേ, അഭിവദൻ എന്നാൽ വിളിക്കുക, സംബോധന ചെയ്യുക. അപ്പൊ അതിന് പലതിനെ കാണുന്നു, ആ കാണുന്ന പല രൂപങ്ങൾക്കും പല പേരുകൾ കൽപ്പിക്കുന്നു. ആ പേരുകൾ വിളിച്ചുകൊണ്ട് ആര് ഇരിക്കുന്നുവോ ആ പുരുഷനെ ഞാൻ അറിയുന്നു. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, പലതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒന്നേ ഉള്ളൂ. ഇതാണ് ഋഷി പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ പുരുഷനെ ഞാൻ അറിയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവിനെ നമ്മുടെ തലത്തിലേക്ക് കൊണ്ടുവരികയാണ്, നമ്മളും ആ തലത്തിലേക്ക് ഉയരാൻ വേണ്ടി. ഇപ്പൊ വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസസ്തു പാരേ സർവാണി രൂപാണി വിചിത്യ ധീരഃ നാമാനി കൃത്വാഭിവദൻ യദാസ്തേ. ഇതായിരുന്നു 16ാമത്തെ മന്ത്രം. അടുത്തത് 17ാമത്തെ മന്ത്രമാണ്. ധാതാ പുരസ്താദ്യമുദാജഹാര ശക്രഃ പ്രവിദ്വാൻ പ്രതിശ്ചതസ്രഃ തമേവ വിദ്വാൻ അമൃത ഇഹ ഭവതി നാന്യഃ പന്ഥാ അയനായ വിദ്യതേ. ഈ ഒരു വിദ്യയെ, ഇവിടെ ഞാൻ പുരുഷനെ അറിഞ്ഞു എന്ന് പറഞ്ഞു, ആ പുരുഷനെ അറിയുക എന്ന വിദ്യയെ ധാതാ പുരസ്താദ് ആദ്യം ഉദാജഹാര, ഇതാദ്യം അഭിവ്യക്തമാക്കിയത് ധാതാവാണ്, സ്രഷ്ടാവാണ്. ഇവിടെ പുരുഷനല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആ പരമമായ സത്യത്തെ നമ്മൾ അറിയുന്നത് വരെയും നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നമുക്ക് ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരമുണ്ട്. അതുകൊണ്ട് തുടക്കമുണ്ട്. അപ്പൊ തുടക്കമായിട്ടുള്ള ആ സ്രഷ്ടാവുമുണ്ട്. ആ ധാതാവാണ് ഇതാദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ അറിവ്, ആ അറിവ് ഞാനിപ്പോൾ അറിഞ്ഞു എന്നാണ് ഋഷി പറഞ്ഞത്. ശക്ര പ്രവിദ്വാൻ പ്രതിശ്ചതസ്രഃ, ചതസ്രഹ എന്ന് പറഞ്ഞാൽ നാല് ദിക്കിലേക്കും നോക്കിക്കൊണ്ട് ശക്രൻ, അതായത് ഇന്ദ്രൻ, യാതൊന്നിനെ അറിഞ്ഞുവോ. ഞാനൊരു കാര്യത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞു, അത് ആദ്യമായിട്ട് പറഞ്ഞത്, ഉപദേശിച്ചത് ധാതാവാണ്. അത് ആദ്യമായിട്ട് അറിഞ്ഞത്, ധാതാവ് പറഞ്ഞത് കേട്ട് മനസ്സിലാക്കി അറിഞ്ഞത് ശക്രനാണ്, ഇന്ദ്രനാണ്. അദ്ദേഹം എല്ലാ ദിക്കിലേക്കും നോക്കി നിരീക്ഷിച്ചു, എന്നിട്ട് മനസ്സിലാക്കി ഇവിടെ പുരുഷൻ മാത്രമേ ഉള്ളൂ എന്ന്. തമേവം വിദ്വാൻ അമൃത ഇഹ ഭവതി, ഇപ്പോൾ അതിനെ ഞാൻ അറിഞ്ഞു. അതേപോലെ അതിനെ ഇവിടെ ആര് അറിയുന്നുവോ അവൻ അമൃതത്വത്തെ നേടുന്നു, അവൻ അമൃതനായി ഭവിക്കുന്നു, അമരനായിട്ട് ഭവിക്കുന്നു, മരണമില്ലാതെയാകുന്നു. ന അന്യഃ പന്ഥ അയനായ വിദ്യതേ, ഇതിന് മറ്റൊരു വഴി ഇല്ല. ക്രിയയിലൂടെ മോക്ഷം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം മോക്ഷം എന്ന് പറയുന്നത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വസ്തുവല്ല. ക്രിയ കൊണ്ട് എന്ത് നേടിയെടുത്താലും അത് അശാശ്വതമായിരിക്കും. കാരണം ക്രിയ അശാശ്വതമാണ്. മോക്ഷം നിത്യമായതാണ്. അപ്പോൾ ഒരിക്കലും നേടിയെടുക്കാൻ പറ്റുന്നതല്ല. നിത്യമായതിനെ തിരിച്ചറിയുക മാത്രമേ സാധ്യമുള്ളൂ. എന്നാൽ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ബോധം ഉയരുന്നത് വരെയും നമ്മൾ ക്രിയകൾ ചെയ്തുകൊണ്ടേയിരിക്കണം, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി കുറേശ്ശെ ഉയരണം. അങ്ങനെ ഉയരാൻ വേണ്ടിയാണ് ഋഷികൾ ഇതുപോലത്തെ മന്ത്രങ്ങൾ നമുക്ക് നൽകുന്നത്. അപ്പൊ ഇവിടെ ഈ സൂക്തം നൽകുമ്പോൾ ക്രിയക്കെല്ലാം അതീതമായി നിൽക്കുന്ന ഭാവം അറിഞ്ഞിട്ടുള്ള ഋഷി ആ സത്യത്തെ അഭിവ്യക്തമാക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, അമരത്വമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം പലരും യാഗമൊക്കെ നടത്തിയിരുന്നത് സ്വർഗത്തിൽ പോയി അമരത്വം നേടാമെന്ന് കരുതിയിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അവരോട് പോലും ഋഷി പറയുകയാണ്, അവിടെയും ശാശ്വതമായ സ്ഥാനമില്ല.
തിരിച്ചു വരണം. കർമ്മത്തിന് വിധേയമാണ് അതെല്ലാം. കർമ്മചക്രത്തിന്റെ ഭാഗമാണ് അതെല്ലാം. കാരണം ദ്യോലോകമടക്കം ഇവിടെ ആ പുരുഷന്റെ ടെറിട്ടറിയിൽ പെടുത്തി കഴിഞ്ഞു. 3 ലോകങ്ങളായിട്ടും പറഞ്ഞുവല്ലോ. അപ്പൊ ഇതെല്ലാം പുരുഷൻ തന്നെയാണ്. ഇത് മനസ്സിലാക്കി ആ പുരുഷനെ അറിഞ്ഞാൽ അമൃതത്വം കിട്ടും. യഥാർത്ഥ അമരത്വം അതാണ്. അതിനു വേണ്ടി ശ്രമിക്കണം. അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് 17ാമത്തെ മന്ത്രത്തിൽ ഋഷി പറയുന്നത്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായ തലത്തിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഋഷി. ധാതാ പുരസ്താദ് ആദ്യമുജാജഹാര ശക്ര പ്രവിദ്വാൻ പ്രതിശ്ച തസ്രഃ തമേവം വിദ്വാൻ അമൃത ഇഹ ഭവതി നാന്യ പന്ഥ അയനായ വിദ്യതേ. വേറെ ഒരു വഴിയുമില്ല. ഈ വഴി മാത്രമേ ഉള്ളൂ. അറിവിലൂടെ മാത്രമേ മുക്തിയുള്ളൂ. ബാക്കി എല്ലാ വഴികളും ഇവിടെ തന്നെ വന്നെത്തണം. ഇത് ഏറ്റവും ഉയർന്ന തലമാണ്. പക്ഷെ ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുന്നവർക്കും അവിടെ എത്താം. ക്രിയയിലൂടെ പതുക്കെ പതുക്കെ ക്രിയ ചെയ്ത് മനസ്സിന് വേണ്ട ശുദ്ധി വരുത്തി ഉയർന്ന് ആ തലത്തിലേക്ക് എത്തണം. അപ്പൊ ക്രിയ ചെയ്യുന്നവർ ക്രിയ ചെയ്യുമ്പോൾ അവർക്ക് നിത്യജീവിതത്തിന്റെ സാധനയുടെ ഭാഗമാക്കാനായിട്ടുള്ള ഉപദേശങ്ങളാണ് ഈ മന്ത്രങ്ങൾ. ഇത് ഉപയോഗിച്ച് ധ്യാനിച്ചുകൊണ്ട് ഉയരാൻ ശ്രമിക്കണം. ഇനി അവസാനത്തെ മന്ത്രമാണ്, 18ാമത്തെ മന്ത്രമാണ്. യജ്ഞേന യജ്ഞമയജന്ത ദേവാ താനി ധർമാനി പ്രഥമാന്യാസൻ തേഹനാകം മഹിമാനഃ സചന്തെ യത്ര പൂർവേ സാധ്യാ സന്തി ദേവാ. യജ്ഞേന യജ്ഞമയജന്ത ദേവാ. യജ്ഞത്താൽ യജ്ഞനെ ദേവന്മാര് യജിച്ചു. ഇതാണ് പറയുന്നത്. ആ പ്രയോഗം തന്നെ വളരെ രസകരമായ പ്രയോഗമാണ്. യജ്ഞേന യജ്ഞമയജന്ത ദേവാ. കാരണം ആരെയാണ് യജിക്കുന്നത്? പുരുഷനെയാണ്. ആരാണ് യജിക്കുന്നത്? പുരുഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് യജിക്കുന്നത്? പുരുഷനെ കൊണ്ട് തന്നെയാണ്. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ യജ്ഞത്തെ ചെയ്യുന്ന ദേവന്മാര് ചെയ്തു. അത് ചെയ്തതുകൊണ്ട് താനി ധർമാനി പ്രഥമാനി ആസൻ. ആ ക്രിയ, ആ യജ്ഞം എന്ന പ്രക്രിയ ആദ്യം ധർമ്മമായിട്ട് ഉദ്ഭവിച്ചു. അതായത് ഏറ്റവും മുഖ്യമായ ധർമ്മമായിട്ട് അത് ഭവിച്ചു. യജ്ഞം എന്നുള്ളത് മുഖ്യധർമ്മമായിട്ട് പരിണമിച്ചു. ആ ധർമ്മത്തെ ഇഹ നാകം മഹിമാന സചന്തെ യത്ര പൂർവേ സാധ്യാ സന്തി ദേവാ. പൂർവികര്, കാരണം ഇതൊരു ചക്രമാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ പൂർവികര് ഇത്തരം യജ്ഞത്തെ നടത്തിക്കൊണ്ട് ഏതൊരു നാഗത്തെ, സ്വർഗത്തെ നേടിയോ, ശ്രേഷ്ഠതയെ കൈവരിച്ചുവോ, അതിനെ നേടാൻ ഈ പറഞ്ഞിട്ടുള്ള ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർക്ക് സാധിക്കും. അപ്പൊ ഇവിടെ നേരത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, ഒരൊറ്റ വഴിയേ ഉള്ളൂ അമരതത്വം കിട്ടാൻ. എന്താണ് ആ വഴി? പുരുഷനെ അറിയുക. ആ പുരുഷനെ അറിയുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് സ്ഥാപിച്ചു. ഇത് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ കാര്യം പറയുന്നത്. അപ്പൊ ഇവിടെ നാഗം, സ്വർഗം എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് അമരത്വത്തിന്റെ സൂചനയായിട്ടാണ്. അതായത് ശുദ്ധമായ ബോധം നമുക്ക് നൽകുന്ന മുക്തി. ആ മുക്തി നേടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് നമ്മുടെ മുഖ്യധർമ്മം. ദേവന്മാര് ഈ യജ്ഞം നടത്തിയത് കൊണ്ട്, കാരണം യജ്ഞേന യജ്ഞമയജന്ത എന്നാണ് പറഞ്ഞത്. അപ്പൊ പുരുഷൻ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവോട് കൂടിയുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള യജ്ഞം. ആ യജ്ഞം ദേവന്മാര് നടത്തിയത് കൊണ്ട്, അവര് ഇത് ആദ്യത്തിൽ നടത്തിയത് കൊണ്ട് നമുക്കെല്ലാം, ശേഷം വന്നിട്ടുള്ള നമുക്കെല്ലാവർക്കും ഇത് മുഖ്യധർമ്മമായിട്ട് ഭവിച്ചു. അപ്പൊ നമ്മളും ഇതുപോലെ ജീവിക്കണം. ഇവിടെ പുരുഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ആ ഏകമേവാദ്വിതീയം എന്ന ബോധത്തോടു കൂടി ഇവിടെ വ്യവഹരിക്കണം. അങ്ങനെ വ്യവഹരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന അതായത് ഇതുപോലെ യത്നിച്ച് അത് നേടിയെടുത്തവർ, സാധിച്ചവർ, അവരെയാണ് സാധ്യന്മാരെന്ന് ഇവിടെ വിളിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നേടിയെടുത്തിട്ടുള്ള അതേ സ്വർഗം എന്നാൽ സാധാരണ അർത്ഥത്തിലല്ല, സ്വർഗം എന്നാൽ മോക്ഷം എന്ന അർത്ഥത്തിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നമുക്കും നേടിയെടുക്കാം, അതുറപ്പാണെന്ന് ഇവിടെ അവസാനത്തെ മന്ത്രത്തിൽ ഋഷി പറയുന്നു. അതായത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഈ ബോധമാണ്, ഇതായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഋഷി. യജ്ഞേന യജ്ഞമയജന്ത ദേവാ താനി ധർമാനി പ്രഥമാന്യാസൻ തേഹനാകം മഹിമാനഃ സചന്തെ യത്ര പൂർവേ സാധ്യാ സന്തി ദേവാ.
ഇതായിരുന്നു 18ാമത്തെ മന്ത്രം. അങ്ങനെ പുരുഷ സൂക്തം സമ്പൂർണമാവുകയാണ്. വളരെ ആഴമായിട്ടുള്ള മന്ത്രങ്ങളാണ് ഇതിലുള്ളത്. ഇതിലെ ഓരോ മന്ത്രവും സൂക്ഷ്മമായി ധ്യാനിക്കാനുള്ളതാണ്. വെറുതെ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരും ഇതിനെ നിത്യം ധ്യാനിക്കാനായിട്ട് വേണം ഉപയോഗിക്കാൻ. ഈ മന്ത്രം സൂചിപ്പിക്കുന്ന ആ അദ്വിതീയമായ തലം, ആ അദ്വൈത ബോധം, അത് അറിഞ്ഞിട്ടുള്ള ഋഷികളെ നമസ്കരിച്ചുകൊണ്ട് അവരോടുള്ള ആദരവോടുകൂടി ഇതൊരു സത്യമാണെന്നും ഇത് അവർ അറിഞ്ഞിട്ടുള്ള സത്യമാണെന്നും ആ സത്യം ഞാനും കൂടി അറിയാൻ വേണ്ടി അവരെനിക്ക് തന്നിട്ടുള്ള ഉപായമാണ് ഈ മന്ത്രങ്ങൾ എന്നും മനസ്സിലാക്കി ഇതിനെ ധ്യാനിക്കണം. അങ്ങനെ നിത്യം ഇതിനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ക്രമേണ നമ്മുടെ ബോധത്തിനും പരിശുദ്ധി വരും. അത് തെളിയാൻ തുടങ്ങും. അങ്ങനെ തെളിയുന്ന ബോധം ഉയരാൻ തുടങ്ങും. അത് അതിൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയും. ഋഷികൾ അറിഞ്ഞ അതേ ദർശനം നമുക്കും ലഭിക്കും. അപ്പോഴാണ് പുരുഷ സൂക്തം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതിനുള്ള പരിശ്രമം എല്ലാവരും നടത്തുക. ഇപ്പോൾ ക്രിയയിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർ ഈ തലത്തിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ ആ ക്രിയയെ ഉപേക്ഷിച്ച് എടുത്ത് ചാടരുത്. ആ ക്രിയയിലൂടെ തന്നെ പതുക്കെ പതുക്കെ ഉയരുക. ഇത്തരം മന്ത്രങ്ങളെല്ലാം ധ്യാനിക്കാനായിട്ട് ഉപയോഗിക്കുക, സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുക. അത് നമുക്ക് അനുഭവമാകുന്നത് വരെയും ക്രിയയെ ഉപേക്ഷിക്കരുത്, കർമ്മത്തെ ഉപേക്ഷിക്കരുത്. അത് അനുഭവമായി കഴിഞ്ഞാൽ കർമ്മം തനിയെ കൊഴിഞ്ഞു പോയിക്കോളും. പക്ഷെ അതുവരെയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ ഉയരുക, സാധന മുടക്കാതെ ചെയ്യുക. അപ്പം അതിനുള്ള ഭാഗ്യം ആ ഭഗവാൻ നാരായണൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുരുഷ സൂക്തത്തിൻ്റെയും എളിയ വ്യാഖ്യാനം ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.